വിളിച്ചിടും ഞാൻ യാ നബി, വ്യതകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി. വികലമായി ജീവിതം യാ സയ്യിദി, വികലമായി ജീവിതം യാ സയ്യിദി. വഴിപ്പിഴക്കും നേരമിൽ ഖുദ് ബിയദി. അതെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്നെ പറഞ്ഞു വന്നിരുന്ന വിഷയം ഹുക്കുമുകളെ കുറിച്ചാണ്. വിധി നമുക്ക് ഏകദേശമൊക്കെ കാണാപ്പാടായിട്ടുണ്ടാവും. ഹുക്കുമ് എത്ര വിധികളാണ്, ഹുക്കും എത്ര ഇനങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. മൊത്തത്തിൽ വിധിക്കുന്ന ആളെക്കുള്ള നോക്കുമ്പോൾ 3 ഐറ്റത്തിലാണ് അല്ലേ. വിധിക്കുന്ന ആൾ ശരീഅത്താണ് വിധിക്കുന്നതെങ്കിൽ അത് ശരീഅത്തിൻ്റെ ഹുക്കുമ്, ശരീഅത്ത് നിയമം എന്ന് പറയും. വിധിക്കുന്ന ആൾ നമ്മുടെ സാധാരണ പതിവ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നാം അത് വിധിക്കുന്നതെങ്കിൽ എന്ത് പറയും? അത് ഹുക്കുമ് ആദി, സാധാരണ വിധി എന്ന് പറയും. സാധാരണ അനുഭവത്തിന്മേൽ കെട്ടിപ്പടുത്ത വിധി എന്ന് പറയും. ഇനി വിധിക്കുന്ന ആൾ ബുദ്ധിയാണെങ്കിൽ എങ്കിൽ അതിനെന്ത് നമ്മൾ പറയും? ബുദ്ധിപരമായ വിധി എന്ന് പറയും. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ ബുദ്ധി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്ലാം ആരെയും കൽപ്പിക്കില്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാം ബുദ്ധി, അതായത് ക്ലിയറുള്ള ബുദ്ധി, സരിഹായ അഖല് കൽപ്പിക്കുന്ന എന്നാണ് അതിൻ്റെ അറബിൽ പറയൽ. അൽ അഖ്ലു സരിഹു ലാ യുആരിദു അൻ നഖ്ലു സഹീഹ്. ക്ലിയറുള്ള ബുദ്ധി, അൽ അഖ്ലുൽ മുജറദ്, മറ്റ് വിശ്വാസങ്ങളെ കൊണ്ട്, അന്ധവിശ്വാസങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളെ കൊണ്ട് സ്വാധീനിക്കപ്പെടാത്ത നിഷ്കളങ്കമായ ബുദ്ധി, കളങ്കപ്പെടാത്ത ബുദ്ധി, മലിനമില്ലാത്ത ബുദ്ധി അംഗീകരിക്കുന്ന ഒരു കാര്യവും ഇസ്ലാം എന്താവില്ല, എതിർക്കുകയില്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. ഒരു കാര്യമില്ല, ഇസ്ലാം അങ്ങനെ കൽപ്പിക്കുകയില്ല. കാരണം അല്ലാഹു തആലയാണല്ലോ ഇസ്ലാമിൻ്റെ വിധികളൊക്കെ വ്യവസ്ഥ ചെയ്തവൻ. മനുഷ്യനിർമ്മിതമല്ല ഇസ്ലാമിലെ വിധിയൊന്നും. അതുകൊണ്ട് തന്നെ ബുദ്ധി അനുവദിക്കാത്ത, ബുദ്ധിപരമായ നിലക്ക് അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യവും ഇസ്ലാം കൽപ്പിക്കില്ല. പിന്നെ അതെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ മൊത്തത്തിൽ ക്ലാസ്സിൽ പറയുന്ന വിഷയം എന്താണെന്ന് ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ക്ഷമിക്കണം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ തന്നെ കുറച്ചൊക്കെ ഏത് വരും ഇതിൻ്റെ ഇടയിൽ ആരും അതിൽ എന്താ വേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധി ഒന്ന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു പാഠമാണ് ഇപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും 1-2 ദിവസം കൂടിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ബുദ്ധി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അമല് ചെയ്യിപ്പിക്കണം. എന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഹല്ല് അഴിഞ്ഞ് വരുന്നുണ്ട്, അതായത് നമ്മൾ പരിഹൃതമായി വരുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലൊക്കെ ആണ്ട് കിടക്കുന്ന പല സംശയങ്ങൾക്കൊക്കെ ഇതെന്ത് വരും? ഒരു പരിഹാരം വരും. ഇത് നാം ശരിയായ നിലക്ക് നമ്മുടെ ബുദ്ധി ഈ പറഞ്ഞ രൂപത്തിലൂടെ നാം അത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ചില കാര്യങ്ങൾ അവൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിരിക്കുന്ന വിധിയാണ് പറഞ്ഞത് കേട്ടോ. ബുദ്ധിപരമായിരിക്കുന്ന വിധി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിപരമായ ഒരു കാര്യം നിർബന്ധം എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ബുദ്ധിപരമായിട്ട് അത് എന്തായാലും ഉണ്ടാവുന്ന നിർബന്ധമാണ്. അതില്ലാതാവൽ ബുദ്ധി വിശ്വസിക്കൂല. അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് അൽ അഖ്ലു വുജൂബി എന്നൊക്കെ, അതായത് ബുദ്ധിപരമായിട്ട് നിർബന്ധമുള്ളത് എന്ന് പറയുന്നത് അല്ലേ. ശറഈന്റെ വുജൂബ് എന്ന് വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരീഅത്ത് നിയമത്തിൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് വേറെയാണ്. ബുദ്ധിയിലേക്ക് ചേർത്തുകൊണ്ട് ഒരു സംഗതി നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് വേറെയാണ്. ഇപ്പോൾ നമ്മൾ ബുദ്ധിനെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിപരമായിരിക്കുന്ന ഒരു കാര്യം നിർബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം അതില്ലാതായാൽ എന്താണ്? അതില്ലാതെ ആവൽ ബുദ്ധി വിശ്വസിക്കൂല. അത് നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്ന് തന്നെ ബുദ്ധി പറയുന്ന ഒരു കാര്യത്തിനാണ് വുജൂബ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം എടുത്തു നോക്കുക. ഒരു കാര്യം, ആ ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിലെന്ത് സംഭവിക്കും? അങ്ങനെ പറയുന്നത് കൊണ്ടിട്ട് അസംഭവ്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ അള്ളാഹുലേക്ക് ശരിക്കും മനസ്സിലാക്കുക. അതായത് നമ്മൾ ബുദ്ധിയുടെ 3 ഇനാണ് പറയുന്നത് വളരെ ലളിതമായ നിലക്ക്. ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് ബുദ്ധിപരമേ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് ബുദ്ധി പറയുന്നെങ്കിൽ ആ കാര്യം അള്ളാഹു തആലക്ക് മുസ്തഹീൽ എന്ന, അസംഭവ്യം എന്നാ പറയാം. ശറഈ ആദി ആക്കി കഴിഞ്ഞു.
അക്കലിനെ പറ്റി നമ്മൾ പറയുന്നത് ലാസ്റ്റുള്ള അക്കലിയായ വിധികൾ. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്? ഒരു വിഷയം അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞാൽ ബുദ്ധി പറയുമ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം എന്താണ്? ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്താ പറയും? മുസ്തഹീലായിരിക്കുന്ന കാര്യം എന്ന് പറയും. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം എന്ത് വിഷയം എടുത്തോളി, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആക്രമിക്കുമോ, അള്ളാഹു തആല ളുൽമ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ളുൽമ് അള്ളാഹു തആല ചെയ്യില്ല. ളുൽമ് എന്നുള്ളത് അള്ളാഹു തആല ചെയ്യില്ല. വുജൂബിന് നേരെ എതിര് മുസ്തഹീൽ, വുജൂബിന്റെ നേരെ എതിര് മുസ്തഹീൽ. ഒരു കാര്യം ആലോചിക്കുമ്പോൾ അതെന്തായാലും അള്ളാഹു തആലക്ക് ഉണ്ടാവണമെന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ, ഒരു കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ, എന്ത് കാര്യമാട്ടെ, ആ ഒരു കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ബുദ്ധി പറയുന്നത് എന്തായാലും അള്ളാഹു തആല ഉണ്ടാവണമെന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ ആ കാര്യം അള്ളാഹു തആലക്ക് വാജിബാണ്. അതായത് അതാണ് വുജൂബ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം എടുത്ത് പരിശോധിക്കുകയാണ്, അത് ചിന്തിച്ച് നോക്കുമ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടാവാം അല്ലെ ഇല്ലാതിരിക്കുകയും ചെയ്യാം. ആ ഒരു കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ കാര്യം അള്ളാഹുലേക്കുള്ള ചേർത്ത് നോക്കുമ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. എങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? ജായിസ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഈ 3 വിധികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വുജൂബ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ബുദ്ധിയിൽ നാം രൂപപ്പെടുത്തുകയാണെങ്കിൽ ബുദ്ധി പറയാതെ എന്തായാലും ഉണ്ടാവൽ നിർബന്ധമാണ് എന്ന് പറയാം. ആരുടെ ബുദ്ധി? അതാ പറഞ്ഞത്. ആരുടെ ബുദ്ധി എന്ന് വെച്ചാൽ നമ്മളിതിപ്പോ വാജിബാണെന്നും അതുപോലെ തന്നെ പിന്നെ മുസ്തഹിലാണെന്നും ജായിസ് ആണെന്നൊക്കെ പറയുന്ന ആക്കലുകളുണ്ടല്ലോ, ബുദ്ധിമാന്മാരുണ്ടല്ലോ. അത് നമ്മൾ പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ വന്നതാണോ? ഇപ്പോൾ വന്നതാണോ? അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് തുടക്കത്തിലുണ്ടോ? ഇവിടെ ഇപ്പോൾ ക്ലാസ്സിന് തുടക്കത്തിലുണ്ടായിരുന്നോ? ക്ലാസ്സിന് തുടക്കത്തിലുണ്ടോ? ഉണ്ട്. അതിനെ പറഞ്ഞ അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബുദ്ധി എന്ന് പറഞ്ഞാൽ അക്കൽ മുജറദ്, മറ്റ് ആശയങ്ങളെ കൊണ്ട്, മറ്റ് ചിന്തകളെ കൊണ്ട് പിന്നെ സ്വാധീനിക്കപ്പെടാത്ത നിഷ്കളങ്കമായ ബുദ്ധി. ആ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു തആല ഒരു മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ബുദ്ധിയോട് കൂടെയാണ്, അല്ലേ? അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ സുമ്മ ജഅലക്കും സമഅ വൽ ബസറ വൽ അഫ്ഇദത. അള്ളാഹു തആല ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഫുആദ്, അല്ലേ? ആ ബുദ്ധി കളങ്കമില്ലാത്ത ബുദ്ധിയാണ്. മനസ്സിലായി? ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അറബി മാത്രമല്ലല്ലോ പറയുന്നത്. അറബി മാത്രമല്ല പറയുന്നത്, വെറും നമ്മൾ പിന്നെ അറബിന്റെ അർത്ഥം കൂടി പറയുന്നുണ്ടല്ലോ. അറബി പറയുന്നത് അറബിയല്ല മനസ്സിലാക്കേണ്ട, അതിനോട് കൂടെ പറയുന്ന വിഷയം അല്ലേ? അതായത് ഇതിൽ വരുന്നേ കുറച്ചു നേരം കേട്ടിരിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് വന്നാൽ എന്താ മനസ്സിലാവില്ല. അറബി പറയുന്നത് കണ്ട് അറബിന്റെ ഏത് ഭാഗം ഏത് അർത്ഥമാണ് നിങ്ങൾക്ക് തിരിയാത്തതെങ്കിൽ ദയവായി നിങ്ങൾ പറയണം. ദയവായിട്ട്. കാരണം ഞാനത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ചിലപ്പോൾ അത് പറഞ്ഞത് വരും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ പറയൽ നിങ്ങളുടെ ബാധ്യതയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്ത് ബുദ്ധിയാകുന്നു? അതെ, മറ്റുള്ള ചിന്താഗതികളെ കൊണ്ട്, മുൻധാരണകളെ കൊണ്ട് മലിനമാക്കപ്പെടാത്ത, ക്ലിയറുള്ള, സ്വതന്ത്രമായ വിശകലനം ചെയ്യുന്ന ബുദ്ധി. അതെ, അതായത് മറ്റുള്ള എന്തെങ്കിലും സ്വാധീനിക്കപ്പെടാൻ പാടില്ലാത്ത ബുദ്ധി. ആ ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ് ഒരു കാര്യത്തെക്കുറിച്ച്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ആ ഒരു കാര്യം ഉണ്ടാവൽ നിർബന്ധമാണ് എന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ ആ കാര്യം അള്ളാഹുവിന് വാജിബാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുന്ന നിർബന്ധമായി. അതാണ് അതിനെക്കുറിച്ചാണ് വാജിബ്. 20 സിഫത്തുകളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. നാം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന 20 സിഫത്തുകളുടെ സ്ഥിതി എന്താണ്? നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ബുദ്ധി പറയും അതൊക്കെ വേണം, ആ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു തആലക്ക് വേണമെന്ന് നമ്മുടെ ബുദ്ധി പറയും. അതിനാണ് നമ്മൾ 20 കൊണ്ടിരിക്കുന്നത്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധം. അള്ളാഹു തആലക്ക് ഒരു കാര്യം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാവൽ നിർബന്ധമാണെന്നാണ് ബുദ്ധി പറയുന്നത്. അതിനാണ് വാജിബ് എന്ന് പറയാം. മുസ്തഹിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ചിന്തിച്ച് നോക്കുമ്പോൾ അള്ളാഹു തആലക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ബുദ്ധി പറയുന്നത്. എങ്കിൽ അതിനെക്കുറിച്ചാണ് മുസ്തഹിൽ എന്ന് പറയാം. മുസ്തഹില സിഫത്തുകൾ എന്നൊക്കെ പറയുന്നല്ലോ. പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ആ രൂപത്തിലാണ് ബുദ്ധി പറയുന്നതെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? അതിനാണ് ജായിസ് എന്ന് പറയുന്നത്. പിന്നെ അതെങ്ങനെ ഉദാഹരണം നമുക്ക് പറയാം, ഉദാഹരണത്തിലൂടെ നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. നമുക്ക് പിന്നെ ഈ പറഞ്ഞ വിഷയം മനസ്സിലായില്ലേ? ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ബുദ്ധി അത് ഉണ്ടാവുന്ന നിർബന്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. അതായത് നല്ല സ്വതന്ത്രമായ ഒരു പിന്നെ ക്ലിയർ ഉള്ള ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ കാര്യം ഉണ്ടാവുന്ന നിർബന്ധമാണെന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ ആ കാര്യം അള്ളാഹുവിന് വാജിബ്. ഉദാഹരണം പറയാ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഖദീമാണെന്ന് പറയുമ്പോൾ അള്ളാഹു തആല അവൻ ഉണ്ടായതിനേക്ക് ഒരു തുടക്കമില്ലാത്തവൻ. ഈ ഒരു അള്ളാഹുവിന്റെ ഒരു സിഫത്ത് നമ്മൾ പറഞ്ഞു വിശ്വസിക്കും. 20 സിഫത്തപ്പെട്ട ഒരു സിഫത്താണ് ഈ ഖദീമാവുക എന്നുള്ളത്. ആ ഒരു കാര്യം നാം ആലോചിക്കാം. അള്ളാഹു തആലാക്ക് പിന്നെ ഖദീമാവുക എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന നിർബന്ധമാണ്. എന്തുകൊണ്ട്? നമ്മുടെ ബുദ്ധി അത് പറയുന്നുണ്ട്. അതെങ്ങനെ പറയുന്നത്? പക്ഷേ അതിനെന്ത് ചെയ്യും? ചില വിഷയങ്ങൾ നമ്മൾ ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. പ്രഥമ ബുദ്ധിയാ നമുക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ളതുണ്ട്. പ്രഥമ ബുദ്ധിയാ മനസ്സിലാവുന്ന അതാഞ്ഞി പറയാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സിൽ വിഷയമുള്ള വിഷയമാണ്. ഈ 3 വിധികൾ വാജിബാവട്ടെ, നിർബന്ധമെന്നുള്ളതാവട്ടെ, അല്ലെങ്കിൽ അസംഭവ്യമുള്ള കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ അനുവദനീയമായ കാര്യമാവട്ടെ, ഈ 3 കാര്യങ്ങളും പെട്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നതുണ്ട്. പ്രത്യേകമായി കൂടുതൽ ചിന്തിക്കാതെ ഉടനടി മനസ്സിലാകുന്നതുണ്ട്. ചില കാര്യങ്ങൾ ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ.
ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്നതും, അതെ വിശദീകരിക്കാം. ഞാൻ മൊത്തത്തിൽ ആദ്യം ഒന്ന് പറയാൻ മാത്രം. ചില കാര്യം സുഗ്രാഹ്യമാണ്, ചിലത് ഉടനറിവ് എന്നാ പറയാം. ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഉടനറിവ്. ഞാൻ പറയട്ടെ, രണ്ടും എത്രയാണ്? രണ്ടും എത്ര? പെട്ടെന്ന് എഴുതണം. രണ്ടും എത്ര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൈ വെച്ചോണ്ട് 2 4. ശരി, ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, 2 എന്നുള്ളത് 12ന്റെ 6ൽ 1 ആകുന്നു. അത് പെട്ടെന്ന് കിട്ടിയോ? 2 എന്നത് 12ന്റെ 6ൽ 1 ആകുന്നു പറഞ്ഞാൽ ശരിയാവോ? അത് ശരിയാവോ? 12 എന്നത് അതെ. അപ്പൊ നിങ്ങൾ എസ് അടിക്കാൻ ലേശം വൈകി ഇല്ലാന്ന് പറയുന്ന ഒരാൾ ചിന്തിച്ചിട്ടില്ല അവിടെ. 2 എന്നുള്ളത് 12ന്റെ 6ൽ 1 ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവോ അല്ലേ? അപ്പൊ ചിന്തിക്കണം. അതാ അപ്പൊ പെട്ടെന്ന് ചിന്തിക്കുന്ന കഴിയുന്ന ആളുകൾക്ക് അത് ശരിയാണ് പറഞ്ഞത്. 2 എന്നുള്ളത് 12ന്റെ 6ൽ 1 ആണെന്ന് പറഞ്ഞത് ശരിയാണോ? അതെ ശരിയാണ് അല്ലേ? ശരിയാണത്. പക്ഷെ 2 4 എന്ന് പറഞ്ഞ അത്ര സുഖം ഏതിന് കിട്ടിയില്ല. അല്ലെങ്കിൽ 4 എന്നുള്ളത് 2 4 എന്നുള്ളതും അതുപോലെ തന്നെ 12ന്റെ 3 1 4 എന്ന് പറയുന്നതും കുറച്ച് വ്യത്യാസമല്ലേ? രണ്ടാമത്തത് കുറച്ച് ചിന്തിക്കണം അല്ലേ? 4 എന്നുള്ളത് 12ന്റെ 3 1 എന്ന് പറയുമ്പോൾ അവിടെ ദിവസം ചിന്തിക്കേണ്ടി വരിക. അങ്ങനെ ആദ്യം 4നെ ഒന്ന് ഗുണിക്കുകയാണ്. 1 4 4 24 8 3 4 12. അപ്പം 3ൽ 1 ആകുന്നു 4 ഉണ്ടോ? അപ്പൊ എന്താ ഈ ഇടയിൽ എന്ത് ചെയ്യണം? അതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ലേശം ചിന്തിക്കേണ്ടി വരികയാണ്. നേരെ മറിച്ച് 2 4 എന്നുള്ളത് ചിന്തിക്കേണ്ടി വരില്ല, ഒരു ആലോചന വേണ്ട. അതിനാണ് ഉടനറിവ് എന്ന് പറയുന്നത്. അതിനാണ് അറബിയിൽ എന്താ പറയാ? പിന്നെ ബദഹി എന്ന് പറയും. മനസ്സിലായില്ലേ? എന്റെ പേരെന്താണ്? ഇനി ഞാൻ ചിലപ്പോൾ ബദഹി എന്ന് പറയാം. നിങ്ങൾ മനസ്സിലാക്കണം. ബദഹി എന്ന് പറഞ്ഞാൽ ബദഹി അറബിയിൽ അതിന് പറയല്. പഠിച്ചോളൂ. ഇതൊക്കെ നല്ല തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടില്ല, നല്ല കാര്യമാണ്. ഇതൊക്കെ പഠിച്ചോളി. ബദഹി എന്ന് പറയാ. പെട്ടെന്ന് മനസ്സിലാവുന്നതിന് ബദഹി എന്ന് പറയാ. എന്നാൽ അല്പം ആലോചന വേണം, ചിന്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുക. നമ്മുടെ ബൈലക്സ് റൂമിൽ SGV ക്ലാസ്സിൽ ഒരു പരിപാടി വരുന്ന, നാട്ടിൽ നിന്ന് ഒരു പരിപാടി വരികയാണ്. ആ നാട്ടിലെ പരിപാടിക്ക് എന്താ പറയുക? പിന്നെ ഉദാഹരണം പറഞ്ഞ നാട്ടിലെ 5 മണിക്കാണ് നാട്ടിൽ നിന്ന് ഒരു പ്രോഗ്രാം വരുന്നത്, ലൈവ് വരുന്നത്. അതെ. അപ്പൊ എന്ത് ചെയ്ത് നമ്മളെ കീശ ഉസ്താദ് എന്ത് ചെയ്ത് ആ പരിപാടിക്ക് കേസ് ടൈം 3:30 മണിക്ക് അല്ല 2:30 മണിക്ക് എഴുതി. അപ്പൊ എന്ത് ചെയ്യണം? യുവയുള്ള ആളുകൾ എന്ത് ചെയ്യണം അവിടെ? അപ്പൊ കേസ് ടൈം എപ്പോഴാണ് ഇന്ത്യൻ ടൈം ആയിട്ട് ആദ്യം കൂട്ടിച്ച് നോക്കണം എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് അല്ലേ? ഇന്ത്യൻ ടൈം എന്ന് എഴുതിക്കാണെങ്കിൽ പ്രശ്നമല്ല. ഇന്ത്യൻ ടൈം 5 മണിക്കാണ് വരുന്നത്. പക്ഷെ നമ്മുടെ പ്രോഗ്രാമർ എന്താ ചെയ്തത്? കേസ് ടൈം 2:30 മണിക്ക് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ലൈവ് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുഎയുള്ള ആളുകൾ ചിന്തിക്കണം അത് എത്ര മണിയൊക്കെ ഇപ്പോൾ കേസ് ഇന്ത്യയും തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട് അതൊന്ന് ആലോചിക്കണം. UK എന്ത് ചെയ്യണം? അവർ ആലോചിക്കണം എത്ര മണിക്കൂറുണ്ട്. കേസയും UK തമ്മിൽ 3 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ ആലോചിക്കണം കേസ് ഇന്ത്യ തമ്മിൽ എത്ര ഉണ്ട്? 2:30 മണിക്കൂറിന്. അല്ലെങ്കിൽ നേരത്തെ നേരം അങ്ങോട്ട് ആലോചിക്കും 5:30 മണിക്കൂർ വ്യത്യാസമുണ്ട് എന്നത് അല്ലേ? അപ്പം എന്താണ് അത് കുറച്ച് ചിന്തിച്ചിട്ട് അതാ മുമ്പ് ഓർമ്മ ഉണ്ടോ? അവിടെ നമ്മളെ കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ലൈവ് പ്രോഗ്രാം അടിക്കേണ്ടത് ഏതിലാണിന്ന്? നാട്ടിലെ പ്രോഗ്രാം ലൈവ് ടൈം കൊടുക്കേണ്ടത് ഏതിൻ്റെ ടൈമാണ്? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് കൊടുക്കേണ്ടത് അല്ലേ? എന്തുകൊണ്ട്? കാരണം നാട്ടിലാണ് കൊടുക്കേണ്ടത്. കാരണം നാട്ടിലെ സമയവും അതുപോലെ തന്നെ ഓരോരുത്തർ നിൽക്കുന്ന നാടിന്റെ സമയം അവർക്ക് പെട്ടെന്ന് അറിയും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നേരെ മറിച്ചുകൊണ്ട് ഒരു കേസ ടൈം 2:30 മണിക്ക് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ലൈവ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കേസുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവാമെങ്കിലും 2:30 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാമെങ്കിലും നേരെ മറിച്ചുകൊണ്ട് UAE ഉള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്കോ മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം? അവിടെ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അതെ, കോമൺ സെൻസ് വേണം. പക്ഷെ എന്താണ് അവിടെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഉസ്താദ പറഞ്ഞത് എന്ത് കൊടുക്കണം എന്നുള്ളത്. ഇന്ത്യൻ ടൈം കൊടുത്താൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് എല്ലാം ഒരുപോലെ അങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാൻ അതൊക്കെ വേണ്ടി. പക്ഷെ നമ്മുടെ അഖീദ ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഖീദ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ആയിക്കോണമെന്നില്ല. അഖീദ ക്ലാസ്സിൽ എന്തുണ്ടാകും? അല്പം ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുണ്ടാകും, അല്പം ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഉദാഹരണം രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബാകുന്ന കാര്യങ്ങൾ, അവനക്ക് എന്തായാലും നിർബന്ധമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ 2 രൂപത്തിലുണ്ടാകും. ഉടനടി മനസ്സിലാകുന്നു, ഉടനറിവ് എന്ന പേരിൽ. ഞാൻ അതിന്റെ അർത്ഥം നോക്കി ബദഹി എന്നുള്ളതെന്ന് പറയണല്ലോ, മലയാളമല്ലേ പറയേണ്ടത്. ഇപ്പം ഈ ബദഹി എന്നുള്ള അർത്ഥം നോക്കുമ്പോൾ ഡിക്ഷണറിയിൽ കാണുന്നത് ഉടനറിവ് എന്നാണ്. ഉടനറിവ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കൽ ആവശ്യമില്ലാത്ത, ആലോചിക്കേണ്ടി വരാത്ത, സുഗ്രാഹ്യമായ, മുന്നാലോചന കൂടാതെ ഇങ്ങനെയൊക്കെ അതിന്റെ അർത്ഥം കൊടുത്തത്. ഇനിയിപ്പോൾ അതിലല്ല അങ്ങനെയല്ലാതെ ഇനിയിപ്പോൾ അതിന്റെ അങ്ങനെ കൊടുക്കാൻ നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെ 2 വിധമുണ്ട്. ഇങ്ങനെ 2 വിധമുണ്ട്. പെട്ടെന്ന് ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ബദഹിയുണ്ട്, ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന നദിരിയുമുണ്ട്. ഇപ്പൊ தெரிഞ്ഞില്ലേ? അതുപോലെ തന്നെ മുസ്തഹിൽ അങ്ങനെ തന്നെ, വാജിബ് പോലെ തന്നെ മുസ്തഹിൽ അങ്ങനെ തന്നെ. ഒരു കാര്യം ചിന്തിച്ച് നോക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ഞാൻ പറയും ഏതൊക്കെയാണ് വാജിബ്, ഏതൊക്കെയാണ് മുസ്തഹിൽ, ഏതൊക്കെയാണ് ജായിസ് എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കൂടുതൽ ഓരോന്നായിട്ട് പഠിക്കാം. അത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പം വാജിബ് ഇങ്ങനെ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അല്പം ഒന്ന് ചിന്തിച്ചാൽ ഗ്രഹിക്കാൻ സാധിക്കുന്നതുമുണ്ട്. അതുപോലെ തന്നെ മുസ്തഹിലായിരിക്കുന്ന ഞാൻ വിഷയം പിടി ഇതിലേക്ക് ശ്രദ്ധിക്കാം. ഇനി മുസ്തഹിലായിരിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ട്? ഇതുപോലെ തന്നെ അസംഭവ്യമായിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യത്തെ ചിന്തിച്ചാൽ അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ, ബുദ്ധി പറയുന്നത് അത് അള്ളാഹുവിന് മാത്രമല്ല നമുക്കും ഉണ്ടാകാൻ കാര്യം.
നമ്മളെ സംബന്ധിച്ച് ആലോചിച്ചാലും ചില കാര്യങ്ങൾ പിന്നെ നമുക്ക് ആലോചിക്കും അത് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. നമ്മളെ കുറിച്ച് തന്നെ പറയും, സൃഷ്ടികളെ കുറിച്ച് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മുസ്തഹിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഒരു പ്ലാവിന്റെ മുകളിൽ ചക്ക കായ്ക്കുക എന്നുള്ളതാണ്, അത് സ്വാഭാവികമാണ്, സാധാരണയാണ്. നേരെ മറിച്ചുകൊണ്ട് ആ പ്ലാവിന്റെ മുകളിൽ ഒരു തേങ്ങ കായ്ക്കുക എന്ന് പറഞ്ഞാലോ സാധാരണഗതിയിൽ അതെന്താ ഇമ്പോസിബിൾ, അത് മുസ്തഹിലാണ്, സാധാരണഗതിയിൽ മുസ്തഹിലാണ്. പക്ഷേ ബുദ്ധിപരമായിട്ട് അത് അങ്ങനെ ഉണ്ടാവുന്നതിനൊന്നും, അഥവാ ഇനിയിപ്പോൾ ഒരു പ്ലാവിന്റെ മുകളിൽ ഒരു തേങ്ങ ഉണ്ടാവുന്നതിന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ല. സാധാരണയായിട്ട് അത്ഭുതകരമായിട്ട് ഒരു തേങ്ങ മുളച്ചു എന്നുള്ളൊരു വാർത്ത വരും എന്നതിൽ കവിഞ്ഞ് അവിടെ ഒന്നും സംഭവിക്കാനില്ല, ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ അപ്പൊ നമ്മൾ ഏത് സൃഷ്ടികളെ കൂടെ ചേർത്ത് നോക്കുമ്പോൾ എന്തുണ്ട്, ഇത് നമ്മൾ പറയുന്ന ഈ രൂപത്തിൽ കേട്ടോ. ഇപ്പൊ പറയുന്നത് ബുദ്ധിപരമായ, അതായത് ഈ പ്ലാവിന്റെ മുകളിൽ ഏതിന്റെ മാങ്ങ ഉണ്ടാകുന്ന പോലെയോ തേങ്ങ ഉണ്ടാകുന്ന വിഷയമല്ല പറഞ്ഞത്, അത് ആദ്യമാക്കും, അതാ ചർച്ച നമ്മൾ കഴിച്ച് നിർത്തിവെച്ചതാണ്, അത് നമ്മൾ പറഞ്ഞ് വിശദീകരിച്ച് കഴിഞ്ഞു. ഇപ്പൊ പറയുന്നത് ബുദ്ധിപരമായി നോക്കുമ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണം പറയാം, ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, ആ ഉദാഹരണത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുസ്തഹിലായിരിക്കുന്ന ഉണ്ടാകാൻ പാടില്ലാത്ത ഈ കാര്യത്തിനും അത് എങ്ങനെ മനസ്സിലാക്കാം, പെട്ടെന്ന് ഉടനടി മനസ്സിലാകുന്ന മുസ്തഹില കാര്യമുണ്ട്, അല്പം ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന മുസ്തഹില കാര്യവുമുണ്ട്. ഓക്കെ, ഇനി ജായിസും അങ്ങനെ തന്നെ. ജായിസ് എന്താ പറഞ്ഞത്, ആ ഒരു കാര്യം എടുത്ത് പരിശോധിച്ചാൽ ബുദ്ധി എന്താ പറയുന്നത്, അത് ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ബുദ്ധി പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ഉദാഹരണം അത് നമ്മൾ ആര്യ ഹുക്കുമിന് പറഞ്ഞതാണ്, ഏത് കാലാവസ്ഥാ പ്രവചനം എന്നുള്ളത്. കാലാവസ്ഥാ പ്രവചനം എന്താ പറയുന്നത്, നാളെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ എന്ത് സാധ്യത ഉണ്ട്, മഴ വർഷിക്കാൻ സാധ്യതയുണ്ട്, ഒരു സാധ്യതയെ പറയുള്ളൂ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം എന്താണ്, മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഉറപ്പെന്നല്ല പറയുന്നത്, സാധ്യത എന്നാ അതിൻ്റെ അർത്ഥം. സാധ്യത എന്ന് പറഞ്ഞാൽ ജവാസ്, അതാണ് നമ്മൾ ജായിസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ എന്താണ്, അപ്പോൾ ചിലർ ചിന്തിക്കും അത് ആ ജായിസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന ജായിസ് ഉണ്ടാകും, അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ജായിസ് ഉണ്ടാകും. ഇനി മുസ്തഹിലിന് ഉദാഹരണം പറയാം. 4 4 9 എന്നുള്ളത് 4 4 9 എന്നുള്ളത് അത് ശരിയോ തെറ്റോ ആവാൻ പറ്റുമല്ലേ? ബുദ്ധി എന്താ പറയുന്നത്, നിങ്ങൾ 4 4 9 ആണെന്ന് പറഞ്ഞു. ആ തെറ്റ് നിങ്ങൾക്ക് ആലോചിക്കേണ്ടി പോലും വന്നിട്ടില്ല, പെട്ടെന്ന് എന്ത് മനസ്സിലായി, 4 4 9 അല്ല എന്ന് മനസ്സിലായില്ലേ? എന്നാ ഞാൻ പറയട്ടെ, 20 20 9 ആണെന്ന് പറഞ്ഞു, അപ്പോഴോ അംഗീകരിക്കോ? ചിരിക്കണ്ട, മനസ്സിലായില്ലേ? 20 20 9 ആണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കോ? അതും അംഗീകരിക്കൂല. കാരണം എന്താണ്, അതും തന്നെ അത് പെട്ടെന്ന് ബുദ്ധി പറയുന്നത് അത് ഉണ്ടാകാൻ പാടില്ല, അതിനാണ് മുസ്തഹിൽ എന്ന് പറയുന്നത്. ബുദ്ധി പറയണേ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് ചിരി വരികയാണ് നമുക്ക്, കാരണം അങ്ങനത്തെ ഒക്കെ പറയാം, ഇതിനാണ് നമ്മൾ മുസ്തഹിൽ. ബുദ്ധി പറയണേ അവർക്ക് ഉണ്ടാവില്ല, 20 രൂപ കൂട്ടിയാൽ എങ്ങനെ 9 ഇട്ടുക, അത് കിട്ടൂല. അപ്പൊ അതിന് നമ്മൾ മുസ്തഹിൽ എന്ന് പറയും. ചിലത് പറയാണ്, പിന്നെ നമ്മൾ പറയാം 10ന്റെ 5-1 3 എന്ന് പറഞ്ഞു. 10 നിങ്ങളപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, 10ന്റെ 5-1 3 എന്ന് പറയുമ്പോൾ അത് ശരിയോ തെറ്റോ? വേടിക്കും 10ന്റെ വേഗം അടിക്കാൻ പറ്റും. ചില ആളുകൾ ചിന്തിക്കേണ്ടി വരും, ചില ആളുകൾ നല്ല മെമ്മറി പവറുള്ള ആളുകൾ ഉണ്ടാവും, അല്ലേ? അത് മുസ്തഹിലാണ്. 10-1ന്റെ 5-1 എത്രയെന്നാ പറയേണ്ടത്? ശരി ഉത്തരം എത്രയാണ്? 10-1ന്റെ 5-1 എത്രയെന്നാ പറയേണ്ടത്? ശരി 2 എന്നുള്ളതാണ് ശരി. ഞാൻ എത്ര പറഞ്ഞത്? ഞാൻ 3 പറഞ്ഞത്, അല്ലേ? 10-1ന്റെ 5-1 3 എന്നുള്ളത് അത് എന്താ, നമുക്ക് അല്പം ആലോചിച്ചിട്ടാണെങ്കിൽ നമുക്ക് സംഗതി മനസ്സിലായി അത് ഉണ്ടാകാൻ പാടില്ല, ആ കണക്ക് തെറ്റാണ്. നമ്മൾ ഉറപ്പിക്കും, ഓന് കണക്ക് പഠിച്ചിട്ടില്ല, എൻ്റെ മോൻ കണക്ക് പഠിച്ചില്ലേ, പോയി പഠിച്ചു വരും എന്ന് പറയും, അല്ലേ? ഉസ്താദ് എന്ത് ചെയ്യില്ല, ശരിയിട്ട് കൊടുക്കൂല, തെറ്റിട്ട് കൊടുക്കും. ഇതുപോലെ ഇതാണ്. അപ്പോൾ ഈ മുസ്തഹില കാര്യത്തിൽ തന്നെ എന്തുണ്ടായി, മുസ്തഹില കാര്യത്തിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 5 5 അല്ലെങ്കിൽ 4 4 9 എന്നുള്ളത് 4 4 9 എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മുസ്തഹില. അതുപോലെ തന്നെ ഏത് മനസ്സിലാക്കി, പക്ഷേ ഇപ്പൊ ചിന്തിച്ചിട്ടാണ് മനസ്സിലായി. 5-1ന്റെ 10-1ന്റെ 5-1 3 എന്ന് പറഞ്ഞത് അതും ഉണ്ടാകാൻ പാടില്ല എന്ന് അല്പം ചിന്തിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിലുണ്ട് 2 വകുപ്പ്, പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന മുസ്തഹിലുമുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? മുസ്തഹിൽ 2 വകുപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി ജായിസും തന്നെ അങ്ങനെ തന്നെ. ജായിസിന്റെ കാര്യം ഞാൻ പറയട്ടെ, അത് ഞാൻ കണക്കിലേക്ക് വെക്കുന്നില്ല. കണക്കാകുമ്പോൾ എന്തായാലും നമുക്ക് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുണ്ട്, അത് കണക്കായിക്കും, അതിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ജായിസ് വരാൻ പാടില്ല. അത് ഒന്നിരിക്കലും ഇല്ല, അല്ലാതെ ആവാനും സാധ്യതയുണ്ട്, 5 5 10 ആവാനും സാധ്യതയുണ്ട്, 10 ആവാതിരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ വരുമല്ലോ. ഇപ്പോൾ ഉദാഹരണം നമുക്ക് മാറ്റാം. എന്താ, ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത്, നിങ്ങൾ എന്താ പറയുന്നത്, അതുണ്ടാവുമല്ലേ? നിങ്ങൾ പെട്ടെന്ന് പറയും. പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ പറയും, ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കാം. ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് എന്താകുന്നു, ആഗ്രഹിക്കുമോ ഇല്ലയോ? അതല്ല അതിന്റെ ഹുക്കുമല്ല, അത് ശറഈയായിരിക്കുന്ന ഹുക്കുമല്ല ഞാൻ പറയുന്നത്, ശറഈയായിരിക്കുന്ന ഹുക്കുമല്ല പറയുന്നത്. ബുദ്ധിപരമായിട്ട് പറയട്ടെ, ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുമോ ഇല്ലയോ? ഉണ്ടാകുകയും ഉണ്ടാതിരിക്കാനും സാധ്യതയുണ്ട്, ഉണ്ടാകും ഇല്ലാതിരിക്കും. ആദ്യത്തെ ഉത്തരം ഇല്ല, മറ്റത് സാധ്യത ഉണ്ട്. അപ്പൊ എന്താ വ്യത്യസ്തമായ മറുപടി അതിൽ. അപ്പൊ അതിനെന്ത് പറയാ, അപ്പൊ ബുദ്ധി എന്തിട്ട്, അപ്പൊ ആദ്യത്തെ ഉത്തരത്തെ ചിന്തിക്കാൻ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന എന്താണ്, അത് ഉണ്ടാവാമെന്നുള്ളതാണ്. ഉണ്ടാവാം, അത് അങ്ങനെ ബുദ്ധി ഒരാൾ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. മരിക്കാൻ ആഗ്രഹിക്കുക ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുക, അതുണ്ടാവില്ല.
എന്ന് ചിലർ ആഗ്രഹിക്കും. ചിലരെന്ത് പറഞ്ഞേ മരിക്കാൻ ആഗ്രഹിച്ചെന്ന് വന്നേക്കാം. അപ്പൊ ഈ രണ്ടുപേരുടെയും ഈ രണ്ട് വീക്ഷണത്തിന്റെയും അടിസ്ഥാനം രണ്ട് നിലക്കാണ്. അപ്പൊ ഇത് ചിന്തിച്ചിട്ട് ചില ആളുകൾ ചിന്തിച്ചെന്താ മനസ്സിലാകുന്നത്, സാധാരണഗതി നോക്കുമ്പോൾ സാധാരണഗതിയിൽ നല്ല സുഖ സൗകര്യത്തോടുകൂടെ നല്ല കൊട്ടാരത്തിൽ രാജകീയമായ നിലയ്ക്ക് ജീവിതം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ, അയാൾ നല്ല സുഖലോലുപതയിലാണ് ജീവിക്കുന്നത്. അയാളെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ട് അയാൾ അറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ ഒരു പ്രയാസം അയാൾ അറിഞ്ഞിട്ടില്ല, മൂക്ക് പോലും ഉയർത്ത ഒരു സന്ദർഭം അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ളായിരിക്കുന്ന നല്ല ക്ഷേമത്തിൽ നല്ല ഐശ്വര്യത്തിൽ നല്ല ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കുന്ന ഒരാളെ കുറിച്ചുകൊണ്ട് അയാൾ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് എന്താ? അയാൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. അയാൾക്ക് മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് ചിന്തിക്കാനേ കഴിയില്ല. എന്നാൽ ചോദിക്കട്ടെ, വളരെ പ്രയാസത്തിൽ വിഷമത്തിലും കഷ്ടപ്പാടിലും ഞെരുക്കത്തിലും 2-3 മക്കളാണെങ്കിൽ ആ 3 മക്കൾക്കും മാറാവ്യാധി, അതിലൊരു മകനെ പൊട്ടാൻ, ഒരു മകൻ എന്താണ് ഒരു മകന് ചെവിട് കേൾക്കൂല, ഒന്നിന് കണ്ണ് കാണൂല, മറ്റൊന്നിന് ബുദ്ധിക്ക് ശരിക്കും ഒരു ഇത് സ്ഥിരത പോരാ. ഇങ്ങനെയുള്ള പല നിലക്കും പല പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ആൾക്ക് വല്ലാത്ത വിഷമവും പ്രയാസവും. ഇങ്ങനെ ചിലപ്പോൾ ചില വിഷമങ്ങൾ ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ മനുഷ്യനുണ്ടാവുന്ന ചില പ്രയാസങ്ങൾ ഇതിനേക്കാൾ കടുപ്പമുള്ളതാണ്, മരണത്തിനേക്കാളും പ്രയാസമേറിയതായിരിക്കും അല്ലേ? അള്ളാഹു തആല നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ അങ്ങനത്തെ വിഷമങ്ങളൊന്നും. അള്ളാഹു തആല നമ്മളെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില നമ്മൾ പൊതുവെ നോക്കുക, ചില ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ എന്തിനേക്കാൾ കടുപ്പമേറിയതാന്ന് തോന്നും? മരണത്തിനേക്കാളും കടുപ്പമേറിയതാണെന്ന് തോന്നും. അയാൾക്ക് ആ സന്ദർഭത്തിൽ എന്തായിരിക്കും പോലും മരിച്ചു കിട്ടിയ നന്നായിരുന്നേനെ അല്ലേ? നമ്മൾ പറയാൻ ദ്വാരക്കല്ലേ, നമ്മൾ ദ്വാരക്കാറില്ലേ? പടച്ചവനെ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലഹു ഫാമിതു അലാ ഇലൽ ഈമാൻ വൈൻ കാനത്തിൽ മമാതു ഖൈറുൻ വൈൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലഹു ഫഹിയൽ ഇസ്ലാം വൈൻ കാനത്തിൽ മമാതു ഖൈറൻ ലഹു ഫാമിതു അലൽ ഈമാൻ. പടച്ചവനെ ഒരു മനുഷ്യന് അയാൾ വളരെയധികം പരിതാപകരമായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരാൾ ആക്സിഡന്റ് പറ്റി, അയാൾ ഇനി പൊട്ടാനും മുറിയാനും ഒരു സ്ഥലവും ബാക്കിയില്ല, അല്ലെ തീപ്പൊള്ളലേറ്റ് മുഴുവൻ ശരീരം മുഴുവനും തീപ്പൊള്ളിയിരിക്കുകയാണ്. ആ കടന്ന് പടയുന്ന രംഗം കണ്ടാൽ ആർക്കും മനസ്സ് അലിഞ്ഞു പോകുന്ന ഒരു വളരെയധികം കണ്ടു നിൽക്കാൻ പറ്റാത്ത അതിദയനീയമായിരിക്കുന്ന ഒരു രംഗം. അയാൾ ജീവിച്ചാൽ പോലും കാര്യമില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ നമ്മൾ കണ്ടു നിൽക്കുന്ന നമ്മൾ പറയും, പടച്ചവനെ അയാൾക്ക് മരണമാണെങ്കിൽ അള്ളാഹുവെ പെട്ടെന്ന് ഇനി മരിപ്പിക്കണേ റബ്ബേ എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട്? അയാൾ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ്? അയാൾക്ക് മരണമാകുന്നു ഖൈർ എന്ന് തോന്നും. ആ സന്ദർഭത്തിൽ മരണം ആഗ്രഹിക്കും അല്ലേ? അപ്പൊ അതുണ്ട്, മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് അത് അല്പം വന്ന് ഒരു പ്രയാസമുള്ള ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ഘട്ടങ്ങളിൽ ചിന്തിക്കുമ്പോൾ അത് എന്താണെന്ന് തോന്നുന്നു, ഉറപ്പാണ് അത് മരണത്തെ ആഗ്രഹിച്ചു പോകും. നേരെ മറിച്ചുകൊണ്ട് നേരത്തെ നല്ലൊരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന നല്ല ശീതളമായ അന്തരീക്ഷത്തിൽ ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, സുഖത്തിന് സുഖം, വാഹനത്തിന് വാഹനം എല്ലാം ഉല്ലസിച്ച് ജീവിക്കുന്ന ഒരാളെ കുറിച്ചുകൊണ്ട് മരണത്തെ ചിന്തിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പൊ അത് അല്പം ചിന്തിച്ചാൽ, പ്രയാസമുള്ള ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ അത് അവർക്ക് എന്താണ്? അത് ചിന്തിക്കണം, അത് ആഗ്രഹിച്ചു പോകും, മരണത്തെ ആഗ്രഹിച്ചു പോകും. ചില ബുദ്ധിമുട്ടുകൾ മരണത്തിനേക്കാളും പ്രയാസമേറിയതായതുകൊണ്ട്. അപ്പൊ ഇതെന്താണ് ജായിസ വിഷയം. അപ്പൊ ചിലർക്ക് അതെന്താണ്, അത് പറ്റൂല എന്നാണ് ചില ആളുകൾ വിധിക്കുക. ചില ആളുകൾ വിധിക്കും അത് അങ്ങനെ ദുആ ചെയ്ത് ആഗ്രഹിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ജായിസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ജായിസ്. അത് ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കും. ചില ആളുകളൊക്കെ ചേർത്ത് വെക്കിട്ട് അത് ഉണ്ടാവാം, ചില ആളുകൾ ചേർത്ത് വെക്കിട്ട് അത് ഉണ്ടാവാതിരിക്കാം. അപ്പൊ അതിനെന്തുണ്ടാവാം. പക്ഷെ എന്താണ് ഇത് പെട്ടെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരുമോ? ആദ്യം തന്നെ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും, വിധി പറയാൻ പറ്റുന്ന ഒന്നല്ല, അല്പം ആലോചിച്ചേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2 അഭിപ്രായം വന്നത്. സ്ക്രീനിൽ അത് അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കില്ല എന്നൊരു അഭിപ്രായം വന്ന് ആഗ്രഹിച്ച് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഒരു വിധി പറയുന്നില്ല, സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും ആവാന്നുള്ള. ആഗ്രഹിക്കും അല്ലെ ആഗ്രഹിക്കൂല അല്ലേ? അപ്പോ അത് അല്പം ആലോചിച്ചാൽ മാത്രമേ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ സിഫത്ത് അല്ലാഹു തആലക്ക് നിർബന്ധമാണ് എന്ന് പറയും. ഇതിനു പറഞ്ഞത് തന്നെ ഒന്നുകൂടി ആവർത്തിക്കാൻ മാത്രം. വാജിബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ വിഷയം തന്നെ കേട്ടോ. ഫൽ വാജിബ് എന്ന് പറഞ്ഞാൽ ഒന്നാകുന്നു ലാ യുതസവ്വറു ഫിൽ അഖ്ലി, ബുദ്ധി വിശ്വസിക്കൂല, അല്ലെ ബുദ്ധിയിൽ അത് രൂപപ്പെടൂല എന്ന് വെച്ചാൽ ബുദ്ധി വിശ്വസിക്കൂല. അതില്ലാതെ ആവൽ ബുദ്ധി വിശ്വസിക്കൂല. അപ്പൊ ഒരു കാര്യം എടുത്ത് പരിശോധിച്ചാൽ മതി. ഒരു കാര്യം എടുത്ത് പരിശോധിക്കുക. ആ പരിശോധിച്ചിട്ട് ബുദ്ധി എന്ന് പറയുന്നു അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ അതിന് ഉണ്ടാവാൻ പാടില്ല, അത് ഉണ്ടാവാതിരിക്കൽ പാടില്ലാത്തതാണെന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ അതിന് വാജിബ് എന്ന് പറയും. മാലാ യതസവ്വറു ഫിൽ അഖ്ലി അതുമുഹു, ബുദ്ധിയിൽ അത് ഇല്ലാതിരിക്കൽ ബുദ്ധി രൂപപ്പെടുത്തൂല. അതാണ് വാജിബ്. മനസ്സിലായില്ലേ? നേരെ അതിന് മുസ്തഹിൽ, ഉണ്ടാവാൻ പാടില്ലാത്താണെന്നെങ്കിൽ മുസ്തഹിൽ. അതാ യാനി അന്നൽ വാജിബൽ അഖ്ലിയ വാജിബ് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലാക്കണേ. അഖ്ലിയ വാജിബ ചർച്ച എന്തല്ല, ശറയ്യ വാജിബല്ല, ആദിയായ വാജിബല്ല. അത് രണ്ടും നമ്മൾ ചർച്ച വിശദമായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നൽ വാജിബൽ അഖ്ലിയ വാജിബ് ഹുവൽ അംറുല്ലദി, അത് അൽ അംറു ഒരു കാര്യമാണ്. അല്ലദി എങ്ങനെയുള്ള കാര്യം? ലാ യുദ്റകു ഫിൽ അഖ്ലി, ബുദ്ധിയിൽ എത്തിക്കപ്പെടൂല. അതുമു അതില്ലാതാവൽ, ബുദ്ധി വിശ്വസിക്കൂല എന്നർത്ഥം. ബുദ്ധിയിൽ എത്തിക്കപ്പെടില്ല, ബുദ്ധി അതില്ലാതാവൽ വിശ്വസിക്കുകയെന്നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഉദാഹരണമായിട്ട് എന്ത് പറഞ്ഞു? നമ്മൾ നേരത്തെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി രണ്ടും
4 ആവണമെന്ന് അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ബുദ്ധി ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബുദ്ധി അത് ഉണ്ടാവണമെന്നാണ്. രണ്ടും കൂട്ടിയാൽ 4 വരണമെന്ന് ബുദ്ധി നിർബന്ധം പിടിക്കുന്നുണ്ട്. അതിന് അതില്ലാതാവലിനെ ബുദ്ധി വിശ്വസിക്കുന്നില്ല. യാനി അഥവാ ഇമ്മ ഇബ്തിദാൻ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് എന്താകുന്നത്, പെട്ടെന്ന് ഉടനറിവായിരിക്കും. ബിലഹ്തിയാജിൻ ഇലാ സബിഖിനെതിരിൻ ഒരു മുൻ ചിന്ത ആവശ്യമില്ലാതെ. എങ്ങനെയാണ് ഇമ്മ ഇബ്തിദാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഉടനെ തന്നെ വിഷയം മനസ്സിലാവുന്നതായിരിക്കാം ആ വാജിബ്. അഥവാ ബിലഹ്തിയാജിൻ ആവശ്യമില്ലാതെ ഇലാ സബിഖിനെതിരിൻ ഒരു മുൻ ചിന്തയിലേക്ക്. നെതിർ എന്ന് പറഞ്ഞാൽ എന്താ, ചിന്ത എന്നത് മനസ്സിലായില്ലേ? എന്നാൽ അറിവുള്ള കാര്യം തെർത്തീബാക്കി വെച്ചിട്ട് അറിവില്ലാത്തതിലേക്ക് എത്തുന്നുള്ള തെർത്തീബു ഉമൂരിൻ മാലൂമത്തിൽ യതവസ്സല ഇലാ മജ്ഹൂലി എന്നാണ് അറബിയിൽ അത് നിർവചനം. ഏത് കാര്യത്തിൽ നിർവചിച്ച് പഠിച്ചെങ്കിലേ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുള്ളൂ. അല്ലെ വഹാബിയുടെ മാതിരി പ്രാർത്ഥന എന്താ, അത് ഇംഗിച്ചല്ലേ, എന്താ പ്രാർത്ഥന അംഗിച്ചല്ല എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല, അത് പറഞ്ഞു കൊടുക്കണം എന്താണെന്നുള്ളത്. അത് പഠിക്കണമെങ്കിൽ അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കണം, എന്നാലും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥന എന്താ, അത് ഇംഗിച്ചല്ലെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് നോക്കാത്ത ഒരാളെ കുറിച്ച് ഇംഗിച്ചല്ലെന്ന് പറഞ്ഞാൽ നടക്കുമോ? പറഞ്ഞു കൊടുക്കാൻ കഴിയും, നിർവചിച്ച് പഠിക്കണം കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെതിർ എന്ന് പറഞ്ഞാൽ അറിവുള്ള കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, ഓരോന്നോരോന്ന് തെർത്തീബാക്കി വെച്ചിട്ട് അറിവില്ലാത്തതിലേക്ക് എത്തുക എന്നുള്ള. അപ്പോൾ എന്താണ് രണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതെ 2 എന്നുള്ളത് നമുക്കറിയാം. പിന്നെ 12 നമുക്കറിയാം അല്ലേ, 12 എന്നുള്ളത് നമുക്കറിയാം. 12ന്റെ 6ൽ 1 എത്രയെന്ന് പറഞ്ഞാൽ 12ന്റെ പകുതിയാണ് 6 എന്നുള്ളത്. 12ന്റെ പകുതിയാണ് 6 എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്ത് മനസ്സിലായി? പിന്നെ ഈ 6 എന്നുള്ളത് 2 എന്നുള്ളത് 12ന്റെ 6ൽ 1 ആകുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ എത്തല് എങ്ങനെ അറിയോ? ആദ്യം നമ്മൾ 6 എത്രയെന്ന് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് 6 എത്രയെന്ന് മനസ്സിലാവണം. പിന്നെ ഏത് മനസ്സിലാക്കണം? നമുക്ക് 12 മനസ്സിലാവണം. തമ്മിലുള്ള ബന്ധം മനസ്സിലാവണം. 6 12 നമ്മളെ ബന്ധം എന്താണ്? 6 12 നമ്മളെ ബന്ധം എന്താണ്? പകുതിയാണ് അല്ലേ? 12 എന്നുള്ളത് 6ന്റെ ഇരട്ടിയാണ് 12, 12ന്റെ പകുതിയാണ് 6. അതെ, അപ്പൊ ഈ ബന്ധം മനസ്സിലാക്കണം. ഈ ബന്ധം മനസ്സിലായിട്ട് ഏതിലേക്ക് എത്തുന്നു? ഈ 2 എന്നുള്ളത് 12ന്റെ 6ൽ 1 ആകുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ ചിന്തിക്കണം, ഈ ചിന്തയിലേക്ക് ആവശ്യം. അതാ ചിന്ത എന്ന് പറഞ്ഞാൽ അറിവുള്ള കാര്യത്തിനെ കൂട്ടി വെച്ചിട്ട് ഏതിലേക്ക് എത്തുക, അറിവില്ലാത്തതിലേക്ക് എത്തുക. അറബി പറഞ്ഞാൽ തർത്തീബു ഉമൂരിൻ മാലൂമത്തിൽ യതവസ്സല ഇലാ മജ്ഹൂലിൻ. അറിവുള്ള കാര്യത്തിനെ കൂട്ടി വെച്ചിട്ട് അറിവില്ലാത്തതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അറിവില്ലാത്ത കാര്യം നമുക്ക് മനസ്സിലാക്കും. അപ്പൊ എന്താ മനസ്സിലായി? ഈ 12 എന്നുള്ളതിന്റെ 6ൽ 1 ആകുന്നു എന്ത് 2 എന്നുള്ളത് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കൽ ആവശ്യമില്ലാത്തത് അതാ പറയുന്നത്. അത് നമ്മൾ ഈ കിതാബിലേക്ക് നോക്കും. ബിലഹ്തിയാജിൻ ഇലാ ഇമ്മ ഇബ്തിദാ എന്ന തുടക്കത്തിൽ പ്രഥമ ബുദ്ധിയാ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിലഹ്തിയാജിൻ ഇലാ സബിഖിനെതിരിൻ ഒരു മുൻ ചിന്തയിലേക്ക് ആവശ്യമില്ലാത്തത്. അതേപോലെ 2 4 എന്നുള്ളത് 2 4 എന്നുള്ളത്. വൈസമ്മ അതിനിക്ക് പേര് പറയപ്പെടും. എന്താ പറയപ്പെടാ? വൈസമ്മ അത് ലറൂറി എന്നല്ലേ? വൈസമ്മ ലറൂറി എന്നുണ്ടല്ലോ. ഇത് പേസ്റ്റ് ചെയ്തെടുത്ത് തലങ്ങും വലങ്ങും ഇപ്പം അതാണ്. അത് 2 സംഭവം. യാനി ഇമ്മ ഇബ്തിദാൻ. ഇത് നോക്കൂ, അങ്ങനല്ലേ? അതെ, ഞാൻ ഇമ്മ ബിലഹ്തിയാജിൻ ഇലാ സബിഖിനെതിർ വൈസമ്മ ലറൂറിയു. അതിനിക്ക് എന്താ പറയാ? ലറൂറി. ഞാൻ പറഞ്ഞു നേരത്തെ ബദഹി കൊന്നെ കേട്ടോ. ബദഹി എന്ന് പറഞ്ഞാലും ലറൂറി എന്ന് പറഞ്ഞാലൊക്കെ മനസ്സിലാക്കിക്കൊള്ളൂ. ഈ പറഞ്ഞതാണ് ചിന്തയിലേക്ക് ആവശ്യമില്ലാത്തത്. ഇതുപോലെ മുസന്നിഫ് പറയുന്ന ഉദാഹരണം പറയാം. നമ്മൾ കിതാബിലേക്ക് ഇനി ശേഷം പറയാനിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണമാണ് മുസന്നിഫ് പറയുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും മനസ്സിലാക്കിയൂടെ? മസലൻ ലിൽ ജിർമി. എന്താ വായിക്കുക? ജിർമ് എന്ന് വായിക്കട്ടോ. ജുർമ് എന്നല്ലേ? ജുർമ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി, ജിർമ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. കളി എന്ന് പറഞ്ഞാലും കുളി എന്ന് പറഞ്ഞാലും വ്യത്യാസമല്ലേ? കളി കിളി കുളി അത് 3 അർത്ഥമാണ്. കളി എന്ന് പറഞ്ഞാൽ കളി, കിളി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി, കുളി എന്ന് പറഞ്ഞാൽ കുളിക്കൽ തന്നെ. അപ്പോൾ പിന്നെ അകാരം ഇകാരും മുകാരും വരുന്നതോട് വ്യത്യാസപ്പെടും. അതുപോലെ തന്നെയാണ് ജിർമ് എന്ന് പറഞ്ഞാൽ ഇവിടെ തടി എന്നാണ് ഉദ്ദേശം. ജുർമ് എന്ന് പറഞ്ഞാൽ മുജ്രിം എന്ന് പറയല്ലേ? ജുർമ് കുറ്റകൃത്യം എന്നാണ് ജുർമിനർത്ഥം. ഇവിടെ ഉദ്ദേശം ജിർമാണ്, ജുർമല്ല. പിന്നെ ഒരു സ്ഥലം ആവശ്യമാകും പോലെ മസലൻ ലിൽ ജിർമി ഒരു വസ്തുവിന്. മുസന്നിഫ് പറഞ്ഞതാ. മുസന്നിഫ് നമ്മുടെ കിതാബുമായി അഖീദുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയുന്നത്. അത് മനസ്സിലാക്കാനെ കുറച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കിതാബിലേക്ക് ആവശ്യമായ ഉദാഹരണമാണ് മുസന്നിഫ് അവർ റഹിമഹുല്ലാ നമ്മോട് പറഞ്ഞു. മസലൻ ലിൽ ജിർമി ഒരു തടിയുള്ള വസ്തുവിന് ഉദാഹരണം പറയാം. 1 മീറ്റർ വലിപ്പം, 1 മീറ്റർ നീളം, 1 മീറ്റർ പിന്നെ വീതി, 1 മീറ്റർ കനം. നീളവും വീതിയും അതുപോലെ 1 മീറ്റർ കനം എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു വസ്തു നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ, ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കേട്ടോ, അത് കൃത്യതല്ല പറഞ്ഞത്. എത്രയാക്കും നിങ്ങൾക്ക് ഒരു തടിയുള്ള വസ്തുവിന് ഒരു പ്രത്യേക സ്ഥലം വേണമെന്നുള്ളത് അല്ലേ? അത് ഏത് കുട്ടിയും പറയില്ലേ? ഏത് കുട്ടി പറയും? നിങ്ങൾ കമ്പ്യൂട്ടർ, നിങ്ങൾ ലാപ്ടോപ്പ് വെച്ചത് ആ ലാപ്ടോപ്പിന് ഒരു സ്ഥലം വേണ്ടേ? ആ ലാപ്ടോപ്പ് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? അത് ആരും പറയും, ബുദ്ധിയുള്ളവർ ആരും പറയും. അതാണ് മസലൻ ലിൽ ജിർമി ഒരു തടിയുള്ള വസ്തുവിനിക്ക് ഒരു സ്ഥലം വേണമെന്നുള്ളത്. ഒരു തടിയുള്ള വസ്തുവിനിക്ക് ഒരു സ്ഥലം വേണം. അത് 1/2 മീറ്റർ ആയി വേണ്ടില്ല, 40 മീറ്റർ ആയി വേണ്ടില്ല, ഇനിയിപ്പോൾ 1/4 മീറ്റർ ആയി വേണ്ടില്ല, ഇത്രയും വേണ്ടില്ല. അതെ, പിണ്ടം എന്നാ അറിയാം. അങ്ങനെക്കോ
പിന്നെ അപ്പൊ നടക്ക തഹയ്യുസി ഒരു സ്ഥലം ആവശ്യമാകും പോലെ മസലൻ ഉദാഹരണമായിട്ട് എന്തിന് ലിൽ ജിർമി ഒരു തടിയുള്ള വസ്തുവിന് അത് ഏത് കുട്ടിക്കും പറയും ഇതിന് ഈ വസ്തുവിന് എന്താണ് ഞാനൊരു സാധനം കൈ പിടിച്ച് ഒരു പന്തിനെ കൈ പിടിച്ചിട്ട് ഈ പന്തിന് നിലനിൽക്കാൻ എന്ത് വേണ്ട ഒരു സ്ഥലം വേണ്ടെന്ന് പറഞ്ഞാൽ ചിരിക്കും, കുട്ടികൾ പോലും ചിരിക്കും അല്ലെ. പന്തിന് എവിടെയും ഒന്നിക്കൽ അന്തരീക്ഷ സ്ഥലം, അന്തരീക്ഷത്തിൽ അത് നിൽക്കാൻ പറ്റുന്ന ഒരു ആ അന്തരീക്ഷത്തിൽ നിന്ന് അതിനാവശ്യമായിരിക്കുന്ന സ്ഥലം അത് പിടിക്കും. ഭൂമിയിലാണെങ്കിലും പിടിക്കും, അന്തരീക്ഷത്തിലാണ് പിടിക്കും. അപ്പൊ ഒരു വസ്തുവിന് ഒരു തടിയുള്ള വസ്തുവിന് ഒരു സ്ഥലം ഒന്നിക്കൽ അന്തരീക്ഷത്തിൽ വേണം അല്ലെങ്കിൽ ഭൂമിയിൽ വേണം. അത് വേണമെന്നുള്ളത് പ്രഥമ ബുദ്ധിയാ തന്നെ അത് എന്ത് ചെയ്യാൻ സാധിക്കും, ബുദ്ധിക്ക് അത് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഇമ്മബിത്തിദാൻ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തും. ബിലഹ്തിയാജിൻ ഇലാ സബിഖിനെതിരിൻ ഒരു മുൻ ചിന്ത ആവശ്യം. ഇത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ കുറേ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഒരു വസ്തുവിന് ഏത് വേണമെന്നുള്ളത്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഒരു വസ്തുവിന് ഒരു തടിയുള്ള വസ്തുവിന് ഒരു സ്ഥലം വേണമെന്നുള്ളത് കുറേയൊക്കെ കുത്തും ചിന്തിച്ചേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വൈസമ്മ ലറൂറിയോ അതിനേക്ക് ലറൂറി എന്ന് പറയും. ജിർമി ഒരു തടിയുള്ള വസ്തുവിനിക്ക് ഒരു സ്ഥലം വേണമെന്നുള്ളത് പോലെ. ഇനി അടുത്ത് നോക്കാം, അപ്പോൾ അത് മനസ്സിലായി. ഇനി മുസ്തനിഫ് പറയാണ്, ഇനി മുസ്തനിഫിനെ വിശദീകരിക്കാം. ഫൈനൽ അഖില പേസ്റ്റ് ചെയ്തില്ല. ഫൈനൽ അഖില തീർച്ചയായിട്ടും ബുദ്ധി ഇബ്തിദാൻ തുടക്കത്തിൽ തന്നെ ലാ ഇതിരിക്കൂ അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇൻഫിക്കാക്കൽ ജിർമി ഒരു വസ്തു തടിയുള്ള വസ്തു വേറിട്ട് പോവുക, അനി തഹയ്യുസി സ്ഥലത്തെ തൊട്ട് വേറിട്ട് പോവുക എന്നുള്ളത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അതായത് തഹയ്യുസ് എന്ന് പറഞ്ഞാൽ ഐ അഹ്ദഹു ഖദറ ദാത്തി അതിന്റെ ആ തടിയുള്ളതിന്റെ ആ കതിർ കണ്ട് അതിന് പിടിക്കാൻ വേണ്ടി ഫറാഖ് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെ, അന്തരീക്ഷത്തിൽ നിന്ന് ഈ വസ്തു നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന ആ കണക്ക് അത് പിടിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധി അത് അത് അഴിഞ്ഞു പോലെ ബുദ്ധി അനുവദിക്കൂല. എന്ന് വെച്ചാൽ അത് എന്തായാലും എന്ത് വേണം, ഒരു വസ്തു മുമ്പിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ക്ലാസ് ഉണ്ട്, ഇവിടെ ആ ക്ലാസ് ഞാൻ മേശപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായി ഈ ക്ലാസ് മേശപ്പുറത്ത് നിന്ന് ഈ ക്ലാസിന്റെ ചുറ്റളവുള്ളായിരിക്കുന്ന സ്ഥലം അതെന്താക്കി നിർബന്ധമായിട്ടും അത് പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് യഹ്ദഹു ഖദറ ദാത്തി അതിന്റെ ഈ ക്ലാസിന്റെ ദാത്തിന്റെ കതിർ അതിന്റെ ആ സത്തയുടെ അളവ് കണ്ടിട്ട് മേൽ ഫറാഖി അന്തരീക്ഷത്തിൽ നിന്ന് അത് പിടിക്കണം. അത് ഉറപ്പാണ്. എന്ത് വസ്തു നിങ്ങൾ എന്തെടുത്തോളി, എന്ത് തന്നെ എടുത്താലും അത് അന്തരീക്ഷത്തിൽ നിന്ന് അതിന്റെ തടിക്ക് ആവശ്യമായിരിക്കുന്ന ഒരു സ്ഥലം പിടിച്ചെടുക്കുന്നുള്ളത് ഏത് ബുദ്ധിയും അംഗീകരിക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? നമ്മളിവിടെ പറയുന്നത് സ്വതന്ത്രമായ ബുദ്ധിയോടാണ് നമ്മുടെ ചർച്ച. ബുദ്ധിയുള്ള ലോകത്തിൽ എല്ലാവരോടുമാണ് നമ്മുടെ ചർച്ച. ഇന്ന വിഭാഗമെന്നോ ഇന്ന മതക്കാരനെന്നോ എന്നുള്ള വ്യത്യാസമില്ല. സ്വതന്ത്രമായ ബുദ്ധി ഉപയോഗിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ബുദ്ധിപരമായിരിക്കുന്ന എല്ലാവർക്കും കൂടിയുള്ള മുശ്തറക്കായിരിക്കുന്ന ഒരു സംയുക്തമായിട്ട് അല്ലാഹു തആല നൽകിയ ഒരേ ഒരു സാധനം എന്താ ഉള്ളത്, ബുദ്ധിയാണ്. മനസ്സിലായില്ലേ? മിക്കവാറും ചില ആൾക്ക് ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തരൊക്കെ ഉണ്ടാവും. അതല്ല അത് പോട്ടെ. അല്ലാഹു തആല മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ഒരു കാര്യമാണ് അവൻ ബുദ്ധി നൽകുന്നത്. ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ കാര്യം പെട്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകും. പോട്ടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും 4 ആണെന്നുള്ളത് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തതുപോലെ മുസ്തനിഫ് റഹിമഹുല്ലാഹ് അത് പറഞ്ഞിരിക്കുന്നത് ഒരു തടിയുള്ള വസ്തുവിന് അത് നിൽക്കാനായിരിക്കുന്ന ഒരിടം ആവശ്യമാണ് എന്നുള്ളത് അന്തരീക്ഷത്തിൽ നിന്ന്. അതാ ഫറാഖ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന്. പിന്നെ വൈമാ ബാദ സബഖിനെതിരി വൈസമ്മ ഇനിയാണോ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനി നമ്മൾ കുറച്ച് ചിന്തിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നിങ്ങളോട് 2 എന്നുള്ളത് 12ന്റെ 6 എന്നുള്ളത് നമ്മൾ ആലോചിച്ച ശേഷമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പെട്ടെന്ന് മനസ്സിലായില്ല. ഇതുപോലെ ഇനി പറയാൻ പോകുന്ന ഉദാഹരണങ്ങളും കുറച്ച് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ എന്താവുള്ളൂ, അങ്ങനെ ഉണ്ടാവാം സാധ്യത ഉണ്ട് എന്ന് ആലോചിച്ചാലേ എന്തുള്ളൂ, പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഏതുപോലെ വൈമ്മ അപ്പോൾ എന്തായി വാജിബായിരിക്കുന്ന ഒരു കാര്യം, വൈമ്മ ബാദ സബഖിനെതിരി ഒന്ന് ചിന്ത മുൻകടക്കുന്നതിന് ശേഷമേ ആ കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് വൈമ്മ ബാദ സബഖിനെതിരി എന്ന് പറഞ്ഞാൽ അല്പം ചിന്തിച്ചാലേ ചിന്ത മുൻകടക്കണം. എന്നതിന് ശേഷമേ ഈ ഹുക്കുമിലേക്ക് നമ്മൾ എത്താൻ സാധിക്കും. വൈസമ്മ നെതിരിയൻ അതിന്റെ പേര് അറബിയിൽ നെതിരിജി എന്നാ പറയുക. അതായത് ചിന്തനീയം, ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം എന്താ പറഞ്ഞു, ബദഹി ലറൂറിക്ക് എന്ന് പറഞ്ഞു ഉടനറിവ്. എന്താ പറഞ്ഞ നമ്മള് ലറൂറിക്ക് ഉടനറിവ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെന്താ പറയാ പിന്നെ നെതിരിജി അതെ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ എടുത്ത് കാടാൻ പറ്റൂല. എന്ത് ചെയ്യണം? അവിടെ ചിന്തിക്കണം. അവിടെ ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ 12ന്റെ 6 എന്നുള്ളത്. ഇതുപോലെ അതാണ് നെതിരി. അതാ വൈമ്മ ബാദ സബഖിനെതിരെ അല്പം ചിന്തിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ആ കാര്യം. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാണ് എന്നുള്ള സിഫത്തുള്ളത് പോലെ. ഇനിയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ പറഞ്ഞത്? പിന്നെ അള്ളാഹു നമ്മുടെ മൗലിയായിരിക്കും, നമ്മുടെ രക്ഷിതാവായ നമ്മുടെ വലിയ ആദായിരിക്കുന്ന അള്ളാഹുവിന്റെ ഖിദമ് എന്ന് പറയുന്ന സിഫത്ത് പോലെ അള്ളാഹു തആല അവൻ ഉണ്ടായതിനു തുടക്കമില്ലാത്തവനാകുന്നു എന്നുള്ള ഗുണമുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് പോലെ. ചിന്തിക്കാത്തവർക്ക് പെട്ടെന്ന് അള്ളാഹു തആല ഖദീമാണെന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ഒരാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരീശ്വരവാദിയോട് പറയാണ് അള്ളാഹു തആല ഖദീമാണെന്ന് അവൻ വിശ്വസിക്കോ? സുഹൃത്തുക്കളെ, ഒരു നിരീശ്വരവാദിയോട് ഓനെ ഏത് തന്നെ വിശ്വസിക്കുന്നില്ല, ഓൻ അള്ളാഹു തന്നെ വിശ്വസിക്കുന്നില്ല, ഓൻ അള്ളാഹെ തന്നെ വിശ്വസിക്കുന്നില്ല, ഓനോട് അള്ളാഹ് ഖദീമാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇല്ല. പക്ഷെ ഓന് ചിന്തിക്കുക, ഓൻ എങ്ങനെ മനസ്സിലാക്കാം? ഓൻ ചിന്തിക്കുക ദൈവം ഉണ്ടെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം? ഓനെ ശുദ്ധമായ ബുദ്ധി അത് പറയും. അത് പറയുന്നില്ലെങ്കിൽ അവന്റെ ബുദ്ധി മറ്റേതോ ചിന്തകളെ കൊണ്ട് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ലോകത്തുള്ള എല്ലാ കലാവും അംഗീകരിക്കുന്ന, എല്ലാ ബുദ്ധിമാന്മാർ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അപ്പോ പിന്നെ എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാകും. നമ്മൾ പശ്ചാത്തലം തുടങ്ങി. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു തആല മൗജൂദാൻ, അല്ലാഹു ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഉറപ്പന്നെയാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? അതൊരു ഉണ്ടാക്കിയ ഒരാൾ വേണമെന്നുള്ളത് അത് ഉറപ്പന്നെ, യാതൊരു സംശയമില്ല. പക്ഷേ അള്ളാഹു ഖദീമാണ് എന്നുള്ളത് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഒരാൾ എന്ത് വിശ്വസിക്കണം? അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ആരും കൂടി ആവണമെന്ന് മനസ്സിലാകും. അവൻ ഖദീം ആവണമെന്ന് അവൻ ബുദ്ധി പറയും. അവിടെ പ്രശ്നം മനസ്സിലായില്ലേ? അപ്പം മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മുടെ അഖീദയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്ന ഉദാഹരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. രണ്ട് കാര്യമാണ്. നെയ്യപ്പം തന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം റഹിമഹുല്ലാഹ് രണ്ട് രൂപത്തിൽ എന്താണ് പിന്നെ വുജൂബ് നദ്രി എന്നുള്ളത് മനസ്സിലാക്കി തരലും കൂടിയാണ്. അതിന്റെ കൂടെ ഏതും കൂടി മുസ്ലിം ഉദ്ദേശിക്കുന്നു, നമ്മുടെ അഖീദയും കൂടി അതിൽ കൂടെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണമാണ് മുസ്ലിം റഹിമഹുല്ലാഹ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖദീം ആവണം എന്ന് പറഞ്ഞാൽ, ഖദീം എന്ന് പറഞ്ഞാൽ ഇനി ഖദീം എന്നേ പറയുള്ളൂ. ഖദീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഒരുപാട് പ്രാവശ്യം പഠിച്ചതാണ്, ഞാൻ പറഞ്ഞതുമാണ്. അവിടെ ഇനി അതെന്ത് ചെയ്യില്ല, എപ്പോഴും അതിന്റെ അർത്ഥം പറയാന്നുള്ളത് പ്രായോഗികമല്ല. എന്ന് പറഞ്ഞാലേ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് എന്റെ ശരിയായ അർത്ഥം. അവൻ ഉണ്ടാതിനിക്ക് തുടക്കമില്ലാത്തവൻ. മനസ്സിലായി? ഇനി അത് മറക്കരുത്. അവൻ ബാക്കി എന്ന് പറഞ്ഞ നേരെ എതിരി. ബാക്കി എന്ന് പറഞ്ഞാൽ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. ബാക്കി എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാവുന്നതിനിക്ക് അവസാനമില്ല, എന്നും ഒന്നും നിലനിൽക്കുന്നവൻ. ഇതിന്റെ അർത്ഥം എന്താണ്? എന്നും ഒന്നും നിലനിൽക്കുന്നവൻ. ബാക്കി അവൻ ഉണ്ടാവുന്നതിനിക്ക് ഒരു അവസാനമില്ലാത്തവൻ. അതാണ് എന്റെ. അപ്പൊ ഖദീബ് നേരെ എതിര്. ഖദീം എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാകുക. പിന്നെ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു ഖദീമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോളൂ, അവൻ ഉണ്ടാതിനിക്ക് തുടക്കമില്ലാത്തവൻ. ബാക്കി എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാവുന്നതിനിക്ക് അവസാനമില്ലാത്തവൻ. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ എതിരിട്ടാ. ഒന്ന് ഉണ്ടാകുന്ന തുടക്കമില്ല, മറ്റൊന്ന് അവന് നിലനിൽക്കുന്നതിന് ഒരു എന്തില്ല, ഒരു അവസാനവുമില്ല. അതിങ്ങനെ അനന്തമായി നീണ്ടുപോകും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ അള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ചാൽ പെട്ടെന്ന് അയാൾക്ക് എന്ത് മനസ്സിലാവൂല? പെട്ടെന്ന് അയാൾക്ക് അല്ലാഹു തആല ഖദീമാണെന്ന് മനസ്സിലാവും. പക്ഷെ ചിന്തിച്ചാൽ അയാൾക്ക് മനസ്സിലാകും. ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കുന്ന രൂപം? അതാ മുസ്ലിം റഹിമഹുല്ലാഹ്. ഞാൻ അതിന്റെ അർത്ഥം ഏതിന്റെ അർത്ഥം? ബാക്കിന്റെ അല്ല ഖദീമിന്റെ? ഖദീമിന്റെ അർത്ഥമാണല്ലോ ബാക്കിന്റെ അർത്ഥം. ഖദീം എന്ന് പറഞ്ഞാൽ തന്നെ അത്രേ ഉള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ എന്താ പറയുക? ഹുവൽ അവലു, അവൻ എല്ലാറ്റിന്റെയും മുമ്പുള്ളവെന്ന് പറയുമ്പോഴേ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ അർത്ഥം ശരിയാവൂല. പിന്നെ അവന് എല്ലാറ്റിന്റെയും ആദ്യമുള്ളവെന്ന് പറയുമ്പോഴേ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹ് ഉണ്ടായി എന്ന് പറയേണ്ടി വരും. എല്ലാം ഉണ്ടാവുന്നതിന് മുമ്പേ അള്ളാഹ് ഉണ്ടായെന്ന് പറയേണ്ടി വരും. അപ്പൊ എന്താ അല്ലാഹു തആല ഉണ്ടായി? അപ്പൊ അള്ളാഹ് ഉണ്ടായതിന് ഒരു സമയം ഉണ്ടെന്ന് തോന്നിപ്പോലെ, അള്ളാഹു ഉണ്ടായതിന് ഒരു സമയം ഉണ്ടെന്ന് തോന്നിപ്പോകും. അല്ലാഹു തആല സമയത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ അവൻ സമയത്തിന്റെ പരിധിക്ക് പുറത്താണ്. അല്ലാഹു തആല സമയത്തിന്റെ പരിധിക്ക് പുറത്താണ്. കാരണം എന്തുകൊണ്ട്? അവൻ ആ സമയത്തെ സൃഷ്ടിച്ചവരാണ്. അതുകൊണ്ട് അവന് സമയം ബാധിക്കില്ല. ചില വസ്തുക്കൾക്ക് അല്ലാഹു തആല സമയം എന്ത് ചെയ്യുന്നുണ്ട്? ബർസഖിയായിരിക്കുന്ന ലോകത്ത് അല്ലാഹു തആല സമയം പിടിച്ചു വെക്കും. ചില വസ്തുക്കൾക്ക് അല്ലാഹു തആലാക്ക് എന്ത് ബാധിക്കൂല? ശരിക്കും മനസ്സിലായിക്കോളൂ. അല്ലാഹു തആലാക്ക് സമയവും സ്ഥലവും എന്തല്ല ബാധകമല്ല. എന്തിന്? മാറ്ററും അതുപോലെ പദാർത്ഥത്തിന് അപ്പുറമാണ് അല്ലാഹു തആല. പദാർത്ഥത്തിന് അതീതമാണ്. പദാർത്ഥം അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്. മനസ്സിലായില്ലേ? മാറ്ററിന് അതീതമാണ് അല്ലാഹു തആല. ചില വസ്തുക്കൾ നമുക്ക് ഉദാഹരണം മനസ്സിലാക്കാം. ചില വസ്തുക്കൾക്ക് അല്ലാഹു തആല ചില വസ്തുക്കൾ തൊട്ടുകൊണ്ട് അല്ലാഹു തആല സമയത്തെ പിടിച്ചു വെക്കും ബർസഖിയായിരിക്കുന്ന ലോകത്ത്. ഞാൻ ചോദിക്കട്ടെ, ഉസൈർ അലൈഹിസ്സലാം കിടന്ന കിടപ്പിൽ എത്ര വർഷം ഉറങ്ങിപ്പോയിട്ടുണ്ട്? ഉറങ്ങിപ്പോയി? ഉസൈർ അലൈഹിസ്സലാം 100 വർഷം ഉറങ്ങിപ്പോയി അല്ലേ? എന്ത് സംഭവിച്ചു? തന്റെ കൂടെ താൻ അവിടെ പീഞ്ഞു വെച്ചിരുന്ന ജ്യൂസ് ഉണ്ടായിരുന്നു. ആ ജ്യൂസ് അതുപോലെ തന്നെ തന്റെ കൂടെ കൊണ്ടുവരുന്ന ഒരു കൈത ഉണ്ടായിരുന്നു അല്ലേ സുഹൃത്തുക്കളെ? കൈത എന്ത് ചെയ്ത്? ആ കൈത അദ്ദേഹം അല്ലാഹു തആല എന്ത് ചെയ്ത്? അങ്ങനെ ഒരു പൂന്തോപ്പിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിശ്രമത്തിന് വേണ്ടി, വെയിലിൽ ചൂടായിട്ട് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ഇങ്ങനെ, ഒരു പഴയ വീട്ടിൽ, പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ഇങ്ങനെ അദ്ദേഹം പതുക്കുന്ന തല ചായ്ച്ച് ഇങ്ങനെ കടന്നിങ്ങനെ അങ്ങനെ ആലോചിച്ച, റബ്ബേ ഈ കെട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ ഇതൊക്കെ നശിച്ചു കിടക്കുന്ന ഒരു വീടാണ്. ഇതൊക്കെ നശിച്ചു പോയതിനു ശേഷം ഇതിപ്പോൾ വീടൊക്കെ ഇങ്ങനെ നശിച്ചു പോലെ തന്നെയാണ്. അല്ലാഹു തആല ഈ ഇതൊക്കെ നശിച്ചതിന് ശേഷം രണ്ടാമത് എങ്ങനെയാണ് ഒരു മനുഷ്യനൊക്കെ മനുഷ്യൻ നശിച്ചതിന് ശേഷം രണ്ടാമത് എങ്ങനെയാണ് അതിനെ ഹയാത്താക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കടന്നു പോയതാ. ആ കടന്ന അല്ലാഹു തആല എന്ത് ചെയ്ത്? അതിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ആ കടന്ന കടത്തം പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്? 100 വർഷം കഴിഞ്ഞിട്ടാണ് മഹാനായിരിക്കുന്നു ഉസൈർ അലൈഹിസ്സലാം. അത് നബിയാണെന്നും വലിയാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാവട്ടെ, ഉസൈർ അലൈഹിസ്സലാമിന് എന്ത് ചെയ്തു? അല്ലാഹു തആല 100 വർഷം കിടത്തി ഉറക്കി. എന്നിട്ട് എന്ത് ചെയ്തു? 2 വസ്തുക്കൾ 2 പ്രകൃതി കൊടുത്തു. ഒരു വസ്തുവിന് അല്ലാഹു തആല സമയമായിട്ട് പിടിച്ചു വെച്ചതിന്.
ഒരു വസ്തുവിനെ തൊട്ട് അള്ളാഹു തആല സമയം പിടിച്ചു വെച്ചു, അതിന് സമയം ബാധകമാക്കിയില്ല. ഒരു വസ്തുവിന് അള്ളാഹു തആല സമയം ബാധിപ്പിച്ചു. എന്താണത്? വൻദുർ ഇലാ ഹിമാരിക കൈഫ നുൻശിസുഹാ വനക്സുഹാ ലഹ്മാ. അള്ളാഹു തആല ചോദിച്ചു ഉസൈർ അലൈഹിസ്സലാം, എത്ര വർഷം ഉറങ്ങി വെച്ച്? എത്ര കം ലബിസ്ത യൗമൻ ഔ ബഅദ, ഒരു ദിവസമോ അല്ലെങ്കിൽ പകുതിയോ എന്ന് പറഞ്ഞു. ബൽ ലബിസ്ത മിഅത സിനീൻ മിഅത ആം. മിഅത ആം തന്നെയല്ലേ, അതും കൂടെ ഓർമ്മ വരുന്നില്ല. ഏതാണ്ട് ആശയം അതാണ്. 100 വർഷമാണ് ഉറങ്ങിയതെന്ന് പറഞ്ഞു. വൻദുർ ഇലാ തആമിക ലം യതസന്നഹ്, നിന്റെ ഭക്ഷണത്തിലേക്ക് നോക്കൂ, നീ ഇവിടെ പീഞ്ഞു വെച്ച ജ്യൂസില്ലേ അതിലേക്ക് നോക്കി. ലം യതസന്നഹ്, അതുണ്ടായിട്ടില്ല, യാതൊരു മാറ്റമില്ല. 100 കൊല്ലം മുമ്പ് നമ്മളിവിടെ ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചാണെങ്കിൽ അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ, അതെ ഔക്കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ ഖാല അന്നാ യുഹീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു ഖാല കം ലബിസ്ത ഖാല ലബിസ്ത യൗമൻ ഔ ബഅദ യൗം. കണ്ടോ, ഒരു പട്ടണത്തിലൂടെ നടന്നു പോയ ഒരുവനെ പോലെ. ആ പട്ടണം അതിന്റെ തൂണുകളുടെ മേൽ അത് പിന്നെ നിലത്ത് അമ്പിക്കിടക്കുകയാണ്, നിലത്ത് വീണ് കിടക്കുകയാണ്. അത് തൂണുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടാകെ പിന്നെ നാമാവശേഷമായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചോദിച്ചു, അന്നാ യുഹീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹി, ഈ പട്ടണം അല്ലാഹു തആല എങ്ങനെയാണ് ഇത് നിർജ്ജീവമായ ശേഷം രണ്ടാമത് പുനർജീവിപ്പിക്കുന്നത് എന്നങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ ഫഅമാതഹു അല്ലാഹു തആല അദ്ദേഹത്തെ മരിപ്പിച്ചു. മിഅത ആമിൻ, ഖുർആനാണ്. 100 വർഷം. സുമ്മ ബഅസു, പിന്നീട് അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു. ഖാല, അല്ലാഹു ചോദിച്ചു, കം ലബിസ്ത, എത്ര ഉറങ്ങിയത്, താമസിച്ചത്, എത്ര ഉറങ്ങി? ഖാല ലബിസ്ത യൗമൻ ഔ ബഅദ യൗം. അല്ലാഹു പറയും, ഉൻദുർ ഇലാ തആമിക, നിന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്ന് പറഞ്ഞു. ഭക്ഷണത്തിലേക്ക് നോക്കും, ഭക്ഷണമൊന്നും ആയില്ല. അപ്പോൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഭക്ഷണം ഇത് അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ പകുതി എനിക്ക് തോന്നുള്ളൂ. ജ്യൂസിലേക്ക് നോക്കുമ്പോഴോ, ജ്യൂസ് നേരത്തെ രാവിലെ ഇവിടെ പിഴിഞ്ഞ് വെച്ച തന്നെ ഒരു വ്യത്യാസമില്ല, ജ്യൂസിന് വ്യത്യാസമല്ല. അപ്പോൾ പറഞ്ഞേ, 4 വേറെ ഒന്നുകൂടെ കൊണ്ടുവന്നില്ല, വെറുതെ വന്ന് നടന്നു തന്നല്ലേ വന്നത്, കൈത പുറത്തല്ലേ വന്നാൽ കൈത ഇടാൻ നോക്കി. അപ്പം കൈത കെട്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ദ്രവിച്ച് കിടക്കുന്ന കുറച്ച് എല്ലാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഉറപ്പിച്ച് ഖാല ആലമു ഇന്നി എന്താണ് ആലമോ അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലേ, ഒട്ടകത്തിലേക്ക് കൈതയിലേക്ക് നോക്കുമ്പോഴാണ് ഉറപ്പായത്, പടച്ചവനെ ആ കൈത ഞാനിപ്പോൾ രാവിലെ കിടന്ന് ഉച്ചക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ രാവിലെ കിടന്ന് വൈകുന്നേരം എഴുന്നേറ്റുണ്ടെങ്കിൽ ആ കൈത അവിടെ ഉണ്ടാവില്ലേ? ആ കൈത ചത്തിട്ട് എന്തായി, അത് ദ്രവിച്ച് എല്ലായി കിടക്കുന്നു. തന്റെ കൈത കെട്ടിയ ഭാഗത്ത് എല്ലിന് കഷ്ണങ്ങൾ കണ്ടപ്പോഴാണ് മഹാനവറുകൾക്ക് സംഭവം എന്ത് ചെയ്തത്. എന്താണ് മനസ്സിലായില്ലേ? ഞാൻ 100 കൊല്ലം ഉറങ്ങിയെന്നുള്ളത് ബോധ്യപ്പെട്ടതേ. അപ്പൊ അദ്ദേഹം ഖാല ആലം അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇൽമാണ് അവിടെ പറഞ്ഞത്. ഇൽമു എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിഖാദുൽ ജാസിമു അൽ മുതാബിഖ്. ലബിസ എന്ന് പറഞ്ഞാൽ ഓർക്കൻ അൽ കഹ്ഫിലൊക്കെ ഉണ്ടല്ലോ, ലബിസു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. ലബിസ എന്ന് പറഞ്ഞാൽ ഉറങ്ങി തന്നെ, താമസം ഉദ്ദേശം തന്നെ. അപ്പൊ ഏതാവട്ടെ, ചുരുക്കം പറയാനുണ്ടെങ്കിൽ എന്ത്, അല്ലാഹു തആല ഈ ജ്യൂസിനെ തൊട്ട് കാലത്തെ പിടിച്ചു കെട്ടി, കാലം അതിൽ അല്ലാഹു നടത്തിയില്ല. അതുപോലെ തന്നെ ഉസൈർ അലൈഹി സ്വലാമിന് അല്ലാഹു തആല കാലം നടത്തിയോ? ഉസൈർ നബി തന്നെ നടത്തി. ജ്യൂസിന്റെ മാത്രമല്ല, ജ്യൂസിന്റെ ഇവിടെ ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ജ്യൂസ് വാങ്ങിക്കുകയാണെങ്കിൽ അത് പുറത്ത് വെച്ചാൽ എത്ര ദിവസം ഉണ്ടാവും? ഏറി വന്നാൽ 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കേടുവരും, ഉറപ്പാണ്, അത് നശിച്ചു പോകും. ഇത് 100 കൊല്ലം കഴിഞ്ഞിട്ട് ജ്യൂസിന് ഒരു കുഴപ്പമില്ല, രാവിലെ ഉണ്ടാക്കി വെച്ച ജ്യൂസ് പോലെ തന്നെ. അപ്പൊ ആ ജ്യൂസിനെ തൊട്ട് അല്ലാഹു തആല സമാനിനെ പിടിച്ചു വെച്ചു. ബഹുമാനപ്പെട്ട ഉസൈർ അലൈഹി സ്വലാമിന്റെ ശരീരത്തിന് യാതൊരു മാറ്റമില്ല, യാതൊരു മാറ്റം. തന്റെ മക്കളൊക്കെ എന്തായിട്ടുണ്ടല്ലോ, വലിയാപ്പാരായിട്ടുണ്ടെന്നാ പറഞ്ഞത്. യുവാവായിരിക്കുന്നു, ഉറങ്ങുന്ന സമയത്തുള്ള ഊർജ്ജ സ്ഥലതയോട് കൂടിയാണ് ഉസൈർ അലൈഹി സ്വലാം തന്റെ മക്കളിലേക്ക് ചെല്ലുന്നത്. അവർക്ക് എന്താണ്? അപ്പൊ ഇദ്ദേഹത്തിന്റെ മക്കളൊക്കെ എന്തായിട്ടുണ്ട്? അവരൊക്കെ പെണ്ണ് കെട്ടി അവർ മക്കളൊക്കെ വലിയാപ്പാരായിട്ടുണ്ട്. അപ്പം വലിയാപ്പനേക്കാളും വയസ്സ് കുറഞ്ഞ പേരമക്കളെക്കാളും വയസ്സ് കുറഞ്ഞ വലിയാപ്പാൻ ആളുകൾ പറഞ്ഞു. ഉറപ്പല്ലേ? പേരമക്കളെക്കാളും വയസ്സ് ചുരുങ്ങിയ വലിയാപ്പ എന്നുള്ളത് നമുക്ക് ബുദ്ധിക്ക് ദഹിക്കോ സുഹൃത്തുക്കളെ? സാധാരണ ഗതിയിൽ ഉണ്ടാവോ? ഉണ്ടാവില്ല. അല്ലാഹു തആല എന്താണ് ആദത്തിനെ എന്ത് ചെയ്ത് അവിടെ ഹർക്ക് ചെയ്ത് അതുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതോടെ ചില കാര്യങ്ങൾക്ക് അള്ളാഹുവിനെ സമയം ബാധകമാവില്ല. ബഹുമാനപ്പെട്ട ഉസൈർ അലൈഹി സ്വലാമിന്റെ ശരീര പ്രകൃതി അൽ കഹ്ഫ് നോക്കൂ നിങ്ങൾ. അൽ കഹ്ഫ് സൂറത്തിൽ എടുത്തു നോക്കിയാൽ കാണാം. എന്താ അൽ കഹ്ഫ് സൂറത്തിൽ? ഇവര് 300 വർഷം ഉറങ്ങി. ഇവർക്ക് യാതൊരു ശരീരമായിട്ട് യാതൊരു കുഴപ്പമില്ല, ഒരു മുടി പോലും നരച്ചിട്ടില്ല. അത്രയും വർഷം താമസിക്കുമ്പോൾ ശരീരത്തിന് ആ ടൈം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് മുകളിൽ കൂടി ശരീരത്തിന് സമയം ബാധകമാണെങ്കിൽ അവരെന്താകുമായിരുന്നു? അവരെ തല നരക്കുമായിരുന്നു, ശരീരത്തിന്റെ ആ പ്രകൃതി മാറുമായിരുന്നു, പലതും സംഭവിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല സമയം പിടിച്ചു നിർത്തി, സമയത്തെ പിടിച്ചു. അപ്പൊ എന്തായി? അല്ലാഹു തആല സമയത്തെ സൃഷ്ടിച്ചവനാണ്. അവനെന്തല്ല, സമയം ബാധകമല്ല, അവന് സമയം ബാധകമല്ല. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇതൊക്കെ എന്ന് മാത്രം. അപ്പോൾ അല്ലാഹു തആല ഖദീമാണെന്ന് പറഞ്ഞാൽ അവർക്ക് സമയം ബാധകമല്ല, അവനുണ്ടായതിന് തുടക്കമില്ല. നിങ്ങൾ സമയം കണക്കാക്കണ്ട. എല്ലാത്തിനും മുമ്പുണ്ടായെന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥം തല്ല. പിന്നെ അതത്ര യോജിക്കൂല, നമ്മുടെ വിശ്വാസമായിട്ട് യോജിക്കുക. അള്ളാഹ് ആദ്യം ഉണ്ടാവെന്ന് പറഞ്ഞാൽ പോരാ. അതിനാണ് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു ഖദീമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ഉണ്ടാതിനിക്ക് യാതൊരു തുടക്കവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് മറക്കരുത്. ഇനി ഖദീം എന്നാൻ ചോദിച്ചാൽ എന്ത് എഴുതരുത്? അവൻ ഉള്ളവനാണ് എന്നോ അല്ല മുമ്പേ ഉള്ളവനാണെന്നോ ഒന്നും എഴുതരുത്. അവൻ ഉണ്ടാതിന് തുടക്കമില്ല എന്ന് തന്നെ നാം അത് എഴുതുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ബാക്കി എന്ന് പറഞ്ഞാൽ ബക്കാ നേരെ എതിര്, അവന് ഉണ്ടാവുന്നതിന് അവസാനമില്ലാത്തവന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഉണ്ടാവുന്നതിന് അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എന്തായി?
നമ്മളൊക്കെ ഇപ്പം എന്താണ് കുല്ലുമൻ അലൈഹാ ഫാൻ, നമ്മൾക്ക് മുമ്പ് നാം ഇല്ലായിരുന്നു, എന്നാൽ നമ്മൾ പിന്നെ ഇല്ലാതാവുന്നില്ലേ? മുമ്പ് ഇല്ലാതായിരുന്നു, നമ്മൾ എന്താവുന്നുണ്ട്? ഇല്ലാതാവുന്നുണ്ട്. നമുക്ക് മുമ്പ് ഇല്ലായ്മയുണ്ട്, ശേഷം ഇല്ലായ്മ വരുന്നുണ്ട്. അള്ളാഹു തആലാക്ക് മുമ്പും ഇല്ലായ്മയില്ല, ശേഷം ഇല്ലായ്മയില്ല. ഇതാണ് പറഞ്ഞത്. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും അല്ലേ? ആലോചിച്ച് ഇല്ലാ വജ്ഹു റബ്ബിക വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഓക്കെ, അപ്പം പിന്നെ അള്ളാഹു തആല വാജിബാന്നുള്ള മുസന്നിഫ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വിഷയം തന്നെ. എന്താ ബാധ സബക്കിനെതിരെ ചിലപ്പോൾ ആ ചിന്തിക്കേണ്ടി വരും, ചിന്തിച്ചതിന് ശേഷമായിരിക്കും മനസ്സിലാവുക. വൈ സമ്മാൻ എതിരിയൻ, അതിനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് എന്ന അർത്ഥമുള്ള നെതിരി എന്ന് പറയും. കൽ ഖിദമി, അള്ളാഹു തആല ഖദീമാണെന്നുള്ള, അള്ളാഹു തആലാക്ക് ഖദീമാണെന്നുള്ള സിഫത്ത് പോലെ ലി മൗലാന, നമ്മുടെ മൗലാന ജല്ല വഅസ്സ ഫൈനൽ അഖ്ല, തീർച്ചയായിട്ടും ബുദ്ധി ഇന്നമാ യുദ്രികു വുജൂബഹു ലഹു, ഈ ഖിദമ് എന്നുള്ളത് ലഹു അള്ളാഹു തആലാക്ക് വാജിബാണെന്ന് ഗ്രഹിക്കുന്നത് ഇദാ ഫക്ര, അവൻ ചിന്തിച്ചാലാണ്. എന്ത് ചിന്തിക്കുക? ഇദാ ഫക്ര ലഖലു വഅറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് അവൻ ഖദീമാണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചിന്തിക്കണം? അവിടെ പെട്ടെന്ന് മനസ്സിലാവോ? പെട്ടെന്ന് മനസ്സിലാവില്ല, അവൻ ചിന്തിക്കണം. അതാ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. നോക്കുക, അതും കൂടി അർത്ഥം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിന് സമയം കഴിയാനായി. ഇദാ ഫക്ര ലഖലു, ബുദ്ധി ചിന്തിച്ചാലാണ്. പിന്നെ വഅറഫ, ബുദ്ധി മനസ്സിലാക്കിയാലാണ്. മാ യതറത്തബു അലാ സുബൂത്തിൽ ഹദസി ലഹു, അള്ളാഹു തആല ഖദീമല്ല, അള്ളാഹു തആല ഹാദിസാണ് എന്നുള്ളത് സങ്കല്പിച്ചാൽ ഉണ്ടായിത്തീർന്ന പൊല്ലാപ്പ ആലോചിച്ച് നോക്കുമ്പോൾ ബുദ്ധി പറയേ അള്ളാഹു തആല ഖദീം തന്നെയാണെന്ന് പറയും. ആലോചിക്കണം, എന്ത് ആലോചിച്ചാൽ അള്ളാഹു തആല ഖദീമല്ല എന്ന് വെച്ചോളൂ, നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ എന്താണ്, അത് നേരെ എതിരൊന്ന് സങ്കല്പിക്കും. അത് ശരിയാവോ? എങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അത് ശരിയാവൂലേ? എന്നാൽ അത് പാടില്ല എന്ന് പറയും. അപ്പൊ അള്ളാഹു തആല ഖദീമാണെന്നുള്ള ആ സിഫത്ത് നമുക്ക് ബുദ്ധിപരമായി ചിന്തിച്ച് ലഭിക്കുന്ന എപ്പോഴറിയോ? ഖദീമെല്ലാം സങ്കല്പിച്ച് നോക്കിയിട്ട് എന്തെല്ലാം വരുന്നത്? പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അള്ളാഹു തആല ഖദീമല്ല എന്ന് പറയാനുണ്ടെങ്കിൽ പല പ്രശ്നം വരും. അതായത് ദൗറ് തസൽസുൽ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ രണ്ട് സാധനം ഉണ്ട്. ഈ ദൗറ് തസൽസുൽ ഞാൻ മുമ്പോടെ നമ്മുടെ അഖീദത്തുൽ അവാമ് എടുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നോക്കുക, ഇദാ ഫക്ര ഫൈനൽ അഖില, തീർച്ചയായിട്ടും ബുദ്ധി. അവിടെ അങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ ഒരു ബന്ധം നമുക്ക് കിട്ടുള്ളൂ. ഫൈനൽ അഖില, തീർച്ചയായിട്ടും ബുദ്ധി. ഇന്നമാ യുദ്രികു വുജൂബഹു, അല്ലാഹു തആല ഫൈനൽ അഖില, തീർച്ചയായിട്ടും ബുദ്ധി. ഇന്നമാ യുദ്രികു വുജൂബഹു ലഹു, അല്ലാഹു തആല ഖദീമാണ് എന്ന് പറയുന്നതായ സിഫത്ത് അല്ലാഹുവിനക്ക് നിർബന്ധമാണെന്ന് ബുദ്ധി കണ്ടെത്തുന്നത് എപ്പോഴാണ്? ഇദാ ഫക്ര ലഖലു, ബുദ്ധി ചിന്തിച്ചാലാണ്. ബുദ്ധി എന്ന് ഫിക്ർ എന്ന നേരത്തെ പറയാൻ നെതിർ തന്നെ. ബുദ്ധി ചിന്തിക്കണം. വാറഫ, ബുദ്ധി അറിയുകയും വേണം. മാ എത്തറത്തബു, പിന്നെ ഉണ്ടായിത്തീരുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു പല്ലാപ്പ് എന്നൊക്കെ പറയാം. അലാ സുബൂത്തിൽ ഹദസിൽ ഹു, അള്ളാഹു തആലാക്ക് ഹദസ് സ്ഥിരപ്പെടുത്തുക. ഖദീം എന്നുള്ളതിന്റെ നേരെ എതിര് സ്ഥിരപ്പെടുത്തിയാൽ ഉണ്ടായിത്തീരുന്ന പല്ലാപ്പ് ആലോചിച്ചാൽ ബുദ്ധി പറയും അത് ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹു തആലാക്ക് എന്തിനു വേണം? ഖദീം തന്നെ വേണം. ഖദീം അല്ലാതെന്നാൽ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് എന്തിനു വേണം? അള്ളാഹു തആല ഖദീം ആവണം എന്ന് ബുദ്ധി പറയും. ഏതൊക്കെയാണ് ആ പല്ലാപ്പുകൾ? നോക്കുക, അത് പൊല്ലാപ്പ് തന്നെയാണ് സംഭവം. വിഷയം മനസ്സിലാക്കിയ ഒരു പ്രയാസമില്ല. എന്തൊക്കെയാണ്? പിന്നെ അലാ സുബൂത്തിൽ ഹദസിൽ അസ്സ വജൽ, അല്ലാഹു തആല ഹാദിസ് ആണെന്ന് സ്ഥിരപ്പെടുത്തുമ്പോൾ ഉണ്ടായിത്തീരുന്ന പ്രശ്നങ്ങൾ ബുദ്ധി മനസ്സിലാക്കിയാൽ എന്താണ് ആ പ്രശ്നങ്ങൾ? മിന ദൗരി വ തസൽസുലി അൽ വാലിഹൈൽ ഇസ്തിഹാലത്തി, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ദൗറും തസൽസുലും ഉണ്ടായിത്തീരും. അതുകൊണ്ട് ബുദ്ധി എന്ത് പറയുകയാണ്? ഖദീമാണ് വെച്ചോളി, അല്ലെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളാണ്, ഉണ്ടാവാൻ പാടില്ലാത്ത പലതും ഉണ്ടായിത്തീരുന്നുണ്ട് എന്ന് ബുദ്ധി പറയും. പിന്നെ ദൗറി തസൽസുൽ വാലിഹൈൽ ഇസ്തിഹാലത്തി, പിന്നെ ഇസ്തിഹാലത്ത് അതായത് അസംഭവമാണെന്ന് വളരെ വ്യക്തമായ ഫഖദ് അറഫ്ത ബിഹാദാ ഇൻഖിസാമുൽ വാജിബി ഇലാ ദറൂരി വദരീൻ, ഇതുകൊണ്ട് നിനക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? ഈ വാജിബ് ദറൂരി ആയിട്ടുണ്ടാകുമ്പോൾ ഇതുപോലെ 2, 4 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഉടനറിവുകളിലേക്കും വാജിബ് ഓഹരിയാകുന്നുണ്ട്. നെതിരീൻ 2 എന്നുള്ളത് 12ന്റെ 6 എന്ന് പറഞ്ഞാൽ നെതിരിയായ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതിലേക്കും വാജിബ് ഓഹരിയാവുന്നുണ്ട്. മനസ്സിലായി? ഇനി നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇനി മുസ്തഹിലിനെ കുറിച്ച് നമ്മൾ അപ്പോൾ ഇന്നത്തെ വിഷയം ഇതിൽ ഒതുക്കുക. അതായത് വാജിബ് എത്ര ഇനാകും പറഞ്ഞു? വാജിബ് എന്നത് 2 ഇനത്തിലുണ്ടാകും. നെതിരി ആയിട്ടുണ്ടാകും, അത് ദറൂരി ആയിട്ടുണ്ടാകും. 2 രൂപത്തിൽ ഉണ്ടാവും. അങ്ങനെ മുസന്നിഫ് പറഞ്ഞ ഉദാഹരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഖദീം എന്ന് പറഞ്ഞ സിഫത്ത് അല്ലാഹു തആലാക്ക് സ്ഥിരപ്പെട്ടതാണ്. അത് ഏതുപോലെ മനസ്സിലാവില്ല. പെട്ടെന്ന് 2, 4 ആണെന്ന് മനസ്സിലാവുന്നത് പോലെ പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല. കുറച്ച് എന്ത് വേണം? ചിന്തിച്ചാൽ. എങ്ങനെ ചിന്തിക്കുക? ആ ചിന്തിക്കുന്ന രൂപ മുസന്നിഫ് പറയുന്നത് അതാണ് ഇവിടെ നമുക്കിന്ന് പിന്നെ വ്യക്തമാവേണ്ടത്. നോക്കൂ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അല്ലാഹു തആല ഖദീമല്ല എന്ന് ചിന്തിച്ചോളൂ. അല്ലാഹു തആല ഖദീം നിർബന്ധമാണ് സ്ഥിരപ്പെടുത്തുന്ന ബുദ്ധി അങ്ങനെ നോക്കിയോളെ, ശരിക്കും മനസ്സിലായിക്കോളൂ. ഖദീമല്ല ആണെന്നുള്ളത് ഞാൻ അല്ലാന്ന് സങ്കല്പിച്ച് നോക്കൂ. അല്ലാന്ന് സങ്കല്പിച്ചാൽ ദൗർ വരുന്നുണ്ട്, അതുപോലെ തന്നെ തസൽസുല് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ദൗർ വരുന്നുണ്ട്, തസൽസുൽ. എന്താ ദൗർ തസൽസുൽ മനസ്സിലായിക്കോളൂ. ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും മനസ്സിലായിക്കോളൂ. ദൗർ എന്ന് പറഞ്ഞാല് ഞാനൊരു നാടൻ ഉദാഹരണം പറയാം. അതിന് വട്ടം കറങ്ങി വരും, അതായത് അതിന് പുറത്ത് ചാടാനൊന്നും ഉണ്ടാവില്ല. ഞാനൊരു നാടൻ ഉദാഹരണം പറയാം. ദൗറിന് മുമ്പ് പറഞ്ഞത് തന്നെ നിങ്ങൾ ഓർമ്മയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരാൾക്ക് ഒരു വാഹനം, ഒരു കാർ എടുക്കണം. അയാൾക്ക് ഒരു വാഹനം എടുക്കണം. വാഹനം വാങ്ങാൻ വേണ്ടി അയാൾ ഒരു ഷോപ്പ് ചെന്ന സന്ദർഭത്തിൽ ആ ഷോപ്പുകാർ എന്ത് പറഞ്ഞ്, വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വാഹനം തരണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. മനസ്സിലായോ?
വാഹനം നിങ്ങൾക്ക് എഴുതി തരണമെങ്കിൽ, നിങ്ങൾക്ക് കൈമാറണമെങ്കിൽ നിയമമുണ്ട്, നിങ്ങൾക്ക് ലൈസൻസ് വേണം. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വാഹനം വിൽക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് വാഹനം കിട്ടൂല എന്നാര് പറഞ്ഞു? ഈ വണ്ടി വിൽക്കുന്ന അതിൻ്റെ ഷോപ്പ് അധികൃതർ പറഞ്ഞു. ഓക്കെ, അയാൾ അവിടെ നിന്ന് പോയി ഇങ്ങോട്ട് പിന്നെ അയാൾ എന്ത് തീരുമാനിക്കും? വാഹനം എടുക്കണമല്ലോ. അപ്പം എന്ത് ചെയ്യണം? ആള് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ വാഹനത്തിന് ഉടമയായിരിക്കണം എന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു വാഹനം വേണം. ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ വാഹനം തരില്ല, നിങ്ങൾക്ക് എന്ത് വേണം? ഒരു വാഹനം ഏറ്റ് വരണം, എന്നിട്ട് നിങ്ങൾ അതിന് പഠിപ്പിച്ചുതരാം, പ്രശ്നമില്ല, ഞങ്ങൾ ഇവിടെ വാഹനം തരാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഒരു വാഹനത്തിന് ഉടമയായിരിക്കണം. അപ്പോൾ ഒരു വാഹനം വാങ്ങാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്ത്? ലൈസൻസ് വേണമെന്ന്. ലൈസൻസിന് എന്നപ്പോൾ അവരും പറഞ്ഞു വാഹനം വേണമെന്നുള്ളത്. ഇയാൾക്ക് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ വാഹനം കിട്ടൂല, ഏതും കിട്ടൂല, ലൈസൻസും കിട്ടൂല. ഉറപ്പന്നല്ലേ? ഇയാൾ അങ്ങോട്ട് പോകും. ബുദ്ധിയുള്ളവനും തീരാടെ ഇന്നലെ സംഗതി നടക്കൂല കേട്ടോ എന്ന് പറയും അല്ലേ? കാരണം അവിടെ ചെന്നപ്പോൾ എന്താ പറയുന്നത്? അവിടെ ചെന്നപ്പോൾ പറയുന്നത് ലൈസൻസ് വേണമെന്നാണ്. ലൈസൻസിന് നോക്കുമ്പോൾ പറഞ്ഞത് വാഹനം വേണമെന്ന്. ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? അപ്പൊ ദൗറുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ദൗറുണ്ടായാൽ ഇയാൾക്ക് എന്ത് കിട്ടൂല? അവിടെ വാഹനം കിട്ടൂല, ലൈസൻസും കിട്ടൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമല്ല എന്ന് പറയാണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മുട്ടിലേക്കാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു പിന്നെ ഇടങ്ങറിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ് ഖദീം തന്നെയാണ്. എന്താ അങ്ങനെ അല്ലാഹു തആല ഖദീം അല്ല എന്ന് വന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ഒരു കുടുക്ക് വരാനുണ്ട്. ഈ തസൽസുൽ എന്താ മനസ്സിലാക്കിക്കോളൂ. പിന്നെ ദൗർ മനസ്സിലായില്ലേ? അതായത് ഒന്ന് ഉണ്ടാവണമെങ്കിൽ രണ്ട് വേണം, രണ്ട് വേണമെങ്കിൽ ഒന്ന് വേണം. എ ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? എ ഉണ്ടാവണം. ബി ഉണ്ടാവണമെങ്കിൽ ബി ഉണ്ടാവണമെങ്കിലോ എയും വേണം. അപ്പൊ എന്താ? അത് വേറൊരു ഉദാഹരണം നമ്മൾ ഉമ്മാരൊക്കെ പറഞ്ഞൊരു ഉദാഹരണം അല്ലേ അങ്ങനെ അല്ലേ? നമ്മൾ ഉമ്മാരൊക്കെ പറഞ്ഞൊരു ഉദാഹരണം അല്ല, എന്തായിരുന്നു? അണ്ടിയോ മാവ് മൂത്തതെന്ന് അല്ലേ? അങ്ങനെ പറയല്ലേ? അണ്ടിയോ മാവോ മൂത്തത്. അതാ നമ്മൾ സാധാരണമാരൊക്കെ പറയല്. അവരിപ്പോൾ വലിയ ഫൽസഫ പഠിച്ചിട്ടൊന്നുമല്ല. അണ്ടിയോ മാങ്ങയോ മൂത്തത് ആയിക്കോട്ടെ, അണ്ടിയോ മാവോ എന്നുള്ളതല്ലേ? മാവായിക്കോട്ടെ, മാവാണ് ഏറ്റവും നല്ലത്. മനസ്സിലല്ലേ? പിന്നെ മാവുണ്ടാവണം. എന്തുണ്ടാവണമെങ്കിൽ മാവുണ്ടാവണം, മാങ്ങുണ്ടെങ്കിലല്ലേ അണ്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ അണ്ടി ഉണ്ടാവണമെങ്കിൽ ഏത് വേണം? ആദ്യം മാവ് വേണം. എന്നാൽ മാവ് വേണമെങ്കിലോ അണ്ടി കുഴിച്ചിടണ്ടേ? കോഴിയോ മുട്ടയോ ആദ്യം ഉണ്ടായത്? കോഴിയോ മുട്ടയോ അതൊക്കെ തന്നെ, ഒക്കെ തന്നെ. കോഴിയോ മുട്ടയോ ആദ്യം ഉണ്ടായത്? ആദ്യം കോഴി ഉണ്ടായിട്ടാണോ പിന്നെ മുട്ട ഉണ്ടായത്? ആദ്യം മുട്ട ഉണ്ടായിട്ട് പിന്നെ ആ മുട്ട വിരിഞ്ഞ് കോഴി ആയതാണോ? അപ്പൊ എന്തായി? അത് പറഞ്ഞാൽ തീരുവോ? ആദ്യം ഇത് രണ്ടും അല്ലാത്തൊന്നും അത് ഒരു മൂന്നാമത്തെ ശക്തിയോടെ വേണ്ടേ? ആദ്യം ഈ കോഴിയോ അല്ലെങ്കിൽ മുട്ടയോ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിനുണ്ടാക്കിയ ഒരാൾ വേണം. മനസ്സിലായില്ലേ? കോഴിയാണ് മുട്ട ഉണ്ടാക്കിയതെന്ന് പറയാനുണ്ടെങ്കിൽ കോഴി മുട്ടിട്ടാണ് മുട്ട ഉണ്ടായത്, എന്നല്ല മുട്ട വിരിഞ്ഞിട്ടാണ് കോഴി ഉണ്ടായത്. എന്നാൽ ആദ്യം ഏതുണ്ടായെന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നമായി. അവിടെ ആരെ സങ്കല്പിക്കണം? ഉറപ്പാണ് മൂന്നാമത്തെ ശക്തി അവിടെ വേണം. മൂന്നാമത്തെ ശക്തി എവിടെ വേണം? അതാണ് ഖാലിഖായ മൗലാന റബ്ബുൽ ഇസ്സത്ത്. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒന്നിനെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് മറ്റൊന്നിനെ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല ജീവനില്ലാത്തതിനെ ജീവനുള്ളതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു. അവൻ ജീവുള്ളതിനെ ജീവനില്ലാത്തത് പുറപ്പെടുവിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജീവനില്ലാത്തതിനെ ജീവുള്ളതിൽ നിന്നും അവൻ പുറപ്പെടുവിക്കുന്നു. വയർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചവർക്ക് കണക്കും കയ്യുമില്ലാതെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ വേണം. അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത് എവിടെ എത്തൂല, ഉണ്ടാവില്ല. അതുപോലെയാണ് അതാ ദൗർ എന്ന് പറഞ്ഞത്. മനസ്സിലല്ലേ? ഇങ്ങനെ ദൗർ അത് ലോകത്തുള്ള എല്ലാ ഒക്കലാവും അംഗീകരിച്ചതാ, എല്ലാ ബുദ്ധിമാന്മാർ അംഗീകരിച്ചതാണ്. ഇങ്ങനെ ദൗറാൻ പാടില്ല. ലൈസൻസ് കിട്ടണമെന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങണമെന്നും വണ്ടി കിട്ടണമെങ്കിൽ ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ലൈസൻസ് കിട്ടൂല, വണ്ടിയും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വസ്തു പരസ്പരം ബന്ധിതമായി കിടക്കാൻ പാടില്ല. ഒന്ന് രണ്ടിന് മേലും രണ്ട് ഒന്നിന് മേലും ബന്ധിതമായി കിടക്കരുത്. എ ബിയുടെ മേലും ബി എന്റെ മേലും ബന്ധിതമായി കിടക്കരുത്. ഈ ബന്ധിതമായി കിടക്കുന്നതിനാണ് ദൗർ എന്ന് അറബിയിൽ പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീം അല്ല എന്ന് വെക്കുകയാണെങ്കിൽ എന്തുണ്ട്? അവിടെ ദൗർ ഉണ്ടാകും എന്നാ മുസ്ലിം പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ തസൽസുലും കൂടി പറയാം. നമുക്ക് തസൽസുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നമുക്ക് തിരിയുന്ന ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇവിടെ കുറേ പൂജ്യങ്ങൾ ഞാനിവിടെ അടിക്കുന്നുണ്ട്. ഒരു 3 പൂജ്യം അല്ലേ? ഇതിപ്പോൾ എത്രയാണ്? അതിന് ഒരു സംഖ്യ ഉണ്ടോ? ഒരു സംഖ്യ ആയത് ഒരു സംഖ്യ ആയിട്ടുണ്ടോ? സംഖ്യ ആയിട്ടില്ല. ഇനിയിപ്പോൾ 3 അല്ല, എത്ര കൂട്ടി? ഇപ്പം ഇതെത്രയാണ്? 3 3 6 സംഖ്യ ആയില്ല. പോട്ടെ. ഇതിപ്പോൾ സംഖ്യ ആയില്ല. അതൊക്കെ വെറും പൂജ്യ, ഒരു സംഖ്യയിലേക്ക് എത്തിയില്ല. അപ്പൊ നമ്മളെന്താണ്? നമ്മളെടുത്തപ്പോൾ ചെക്ക് ഇപ്പോൾ കൈ കിട്ടിയാണെങ്കിൽ പൂജ്യം ഉണ്ടാവും ഒരുപാട് പുറത്ത്. നമ്മൾ ആദ്യം എവിടേക്കാണ് നോക്കുക? പൂജ്യം അവസാനത്തിൽ കാണാൻ നോക്കുക. പൂജ്യം കണ്ടാൽ പിന്നെ എവിടേക്കാണ് നമ്മൾ ആദ്യം നോക്കുക? പൂജ്യം തൊട്ട മുമ്പുള്ള എത്ര നോക്കുവോ? അല്ല, നമ്മൾ ആദ്യം എവിടേക്കാണ് നോക്കുന്നത്? പൂജ്യം കണ്ടാല് പൂജ്യം കണ്ടാൽ നമ്മൾ എവിടേക്കാണ് നോക്കുന്നത്? ഫസ്റ്റിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് എത്ര നോക്കിയിട്ട് പൂജ്യത്തിന് ഇവിടെ വാല്യൂ ഉള്ളൂ.
അങ്ങനെ ഒരു ചങ്ങായി ചെക്കെടുത്ത് നോക്കുമ്പോൾ വെറും പൂജ്യം തന്നെ ഉള്ളൂ. മുഴുവൻ പൂജ്യം, ആദ്യം മുതൽ അവസാനം വരെ, അല്ലെ അവസാനം മുതൽ ആദ്യം വരെ പൂജ്യമാണ്. എന്താ വണ്ടി ചെക്ക് എന്നറിയ കേസ് കൊടുക്കൂലേ അല്ലേ? അല്ലെങ്കിൽ എന്താണ് അവൻ ആ വിഷയം മനസ്സിലായാലോ, അവന് മറ്റവനെ മൊത്തം തെറിഞ്ഞു കൊടുക്കും ഫുള്ള് പൂജ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും? അയാൾ പൂജ്യം കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം നോക്കില്ല എങ്ങോട്ട് തലക്കൽ ഒന്നാണെങ്കിൽ അതിനനുസരിച്ച് കണക്ക് കൂട്ടും, രണ്ടാണെങ്കിൽ രണ്ടിനനുസരിച്ച് കണക്ക് കൂട്ടും. അപ്പൊ എന്തായി? ഈ പൂജ്യത്തിന് ഒരു വിലയുമില്ല. ഈ അവസാനത്തെ പൂജ്യത്തിന് അത് മുമ്പുള്ള ഒന്നാണ് ഈ പൂജ്യത്തിന് വില കൊടുത്തത്. ഈ രണ്ടാമത്തതിന് വാല്യൂ കൊടുത്തത് തൊട്ട മുമ്പുള്ള പൂജ്യമാണ്. ആ മൂന്നാമത്തെ പൂജ്യത്തിന് വില കൊടുത്തത് അതിന് മുമ്പുള്ള പൂജ്യമാകുന്നു. അങ്ങനെ ഈ പൂജ്യത്തിന് എല്ലാം കൂടി വില കൊടുക്കുന്ന ഏതാണ്? തുടക്കത്തിലുള്ളതായിരിക്കുന്ന ഒന്നാകുന്നു അല്ലേ? അപ്പൊ ഞാനിപ്പോ എത്ര ഇതാ ഇതിപ്പോ വണ്ണി ഇവിടെ എത്ര പൂജ്യം? അവിടെ 4 പൂജ്യമുണ്ട്. ഈ 4 പൂജ്യത്തിന് വാല്യൂ കൊടുത്തത് ഏതാണ്? തുടക്കത്തിലുള്ള ആയിരിക്കുന്ന ഒന്നാകുന്നു. തുടക്കത്തിലുള്ള ഒന്നാണ്. ഇപ്പൊ എത്ര ഇവിടെ? 10,000. ഈ 10,000-ൽ ഒന്നില്ലെങ്കിൽ ഒക്കെ പൂജ്യം തന്നെ, അത് വെറും പൂജ്യമായി കിടക്കും. അതില്ല, അങ്ങനത്തെ സാധനമല്ല, പൂജ്യ 0 ആണ്. അപ്പോൾ ഇതിനൊക്കെ വാല്യൂ കൊടുത്തത് എന്താണ്? ഒന്നാണ്. പക്ഷേ അവസാനത്തെ പൂജ്യത്തിന് വാല്യൂ കൊടുത്തത് ഏതാണ്? തൊട്ട മുമ്പിലുള്ള പൂജ്യമാണ് അല്ലേ? അവസാനത്തെ പൂജ്യത്തിന് വാല്യൂ കൊടുത്തത് തൊട്ട മുമ്പിലുള്ള പൂജ്യം, അതിന് വാല്യൂ കൊടുത്തത് അതിന് തൊട്ട് മുമ്പുള്ള പൂജ്യം, അതിന് ഒരു വില കൊടുത്തത് അതിന് മുമ്പുള്ളതായിരിക്കും പൂജ്യമാകുന്നു. എല്ലാത്തിനും വില കൊടുത്തത് ഏതാകുന്നു? തുടക്കത്തിലുള്ളതായിരിക്കുന്ന ഒന്നാകുന്നു. അതെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്മളെ 10,000 എന്ന് ഒരു പറയാൻ പറ്റൂല ഉസ്താദാണ് ആലിക്കുട്ടി ഉസ്താദ് പറയുന്നത്. ഇപ്പൊ എന്താണ് കോടിയും ലക്ഷമൊക്കെയാണ്. ഇവിടെ നമ്മൾ ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് എണ്ണാൻ തന്നെ ബുദ്ധിമുട്ടാകും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചെടുത്തത് ഉസ്താദെ. ഏതായാലും അപ്പൊ എന്താ ഇവിടെ നമുക്ക് ഇവിടെ വിഷയം തസൽസുലു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കിയോളി. വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ തസൽസുലു എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടാവാൻ അതിന് മുമ്പുള്ളത് വേണം. ഒരു പേരമകണ്ടാണ്, ഒരു മകണ്ടാണ്, ആൾക്ക് വാപ്പ വേണ്ടേ? വേണം. ആ വാപ്പണ്ടാണെങ്കിൽ ആ വാപ്പക്ക് വേറെ വാപ്പ വേണം. ആ വല്യാപ്പണ്ടാണെങ്കിലോ ആ വല്യാപ്പക്ക് വേറെ വാപ്പ വേണം. അങ്ങനെ പോയിക്കോളി, പോയിക്കോളി. പോയിട്ട് ഒരിക്കലും എവിടെയെങ്കിലും അവസാനിക്കണം. അവസാനിക്കാതെ കണക്കില്ലാതെ പോവാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പാടില്ല. കണക്കില്ലാതെ പോയാൽ നമ്മുടെ ഒരു 25,000 പൂജ്യമായിട്ട് കൊടുത്തു വെച്ചോളി. എന്താ അവിടെ സ്ക്രീനിൽ അറിയുന്നുള്ളതല്ലാതെ അതിന് ഒരു വാല്യൂ ഇല്ല. എല്ലാം ഒന്നുമില്ലാത്തതുപോലെയാണ്. എത്ര പൂജ്യങ്ങൾ എണ്ണിക്കോളൂ, അതിന് മുമ്പിൽ ഒരു സംഖ്യ, ആ സംഖ്യ ഇല്ലെങ്കിൽ അതെല്ലാം ഇല്ലായ്മയിലാകുന്നു, അതുമിലാകുന്നു. അതുപോലെ നിങ്ങൾ എന്തു തന്നെ ഈ ലോകത്തുള്ള ഏത് കാര്യങ്ങൾ എടുത്തോളൂ, അതിനുണ്ടാക്കിയതായിരിക്കുന്ന ഒന്ന് മുമ്പിലുണ്ടാവും. അപ്പൊ എനിക്ക് എന്റെ പിതാവുണ്ട്, എന്റെ പിതാവിന് അവരുടെ പിതാവുണ്ട്, അവരുടെ പിതാവിന് വേറെ പിതാവുണ്ട്, അവരുടെ പിതാവിന് വേറെ പിതാവുണ്ട്. അങ്ങനെ അങ്ങ് പോയി ഇവിടേക്ക് എത്തും. നമ്മുടെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക്, യഥാർത്ഥവും അങ്ങനെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തും. എങ്കിലേ അതിനർത്ഥമുള്ളൂ. അത് ഒരുത്തം പറയാം അതിങ്ങനെ കണക്കില്ലാതെ പോകാൻ പാടില്ല. കണക്കില്ലാതെ പോയാൽ പൂജ്യം കണക്കില്ലാതെ അങ്ങനെ പോകുന്ന മാതിരി എവിടെയും ഒന്നും ഉണ്ടാവില്ല. വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏത് വേണം? അതിനൊരു മൂല്യം നൽകിയ, അതിനൊരു അർത്ഥം നൽകിയ, അതിനൊരു വില നൽകിയതായിരിക്കുന്ന ഒന്ന് ഉണ്ടാവണം. ഇല്ലാതെ പോകുന്നതിനാണ് തസൽസുൽ എന്ന് പറയാം. ഇതിനെ ഇല്ലാതെ പോകുന്നതിനാണ് തസൽസുൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെ ഒരു ഉദാഹരണം കേട്ടോളൂ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസും കൂടി ഇതിലേക്ക് നമുക്ക് വളരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയും അവിടുത്തെ ഫൽസഫയും റസൂലുള്ളാഹിന്റെ ബുദ്ധി പറഞ്ഞ ഫൽസഫയും കൂടി നമുക്കറിയാം. ഞാനിവിടെ എന്ത് ചെയ്തു? നേരത്തെ ഒരു ഹദീസ് ഓതി. എന്താ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല, തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. എന്താ ഹദീസ്? ലാ തൂരിദുൽ മുമരിദ അലൽ മുസഹി, ലാ തൂരിദുൽ അൽ മുമരിദ അലൽ മുസഹി. ഇതാണ് ഹദീസ് ഉള്ളത്. രോഗം പിടിച്ചതായിരിക്കുന്ന മൃഗത്തെ നിങ്ങൾ രോഗമില്ലാത്ത മൃഗത്തിനെ കൊണ്ടുവരരുത്. ആ ഹദീസ് അല്ല, ആ ഒരു ഹദീസ് ശരിയാണ്. ഇതിന്റെ വേറെ ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? ലാ അദ്വാ വലാ ത്വയ്റത. റസൂൽ പറഞ്ഞ അങ്ങനെയാണ്. ഇത് ഈ ഹദീസുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ഈ ഹദീസുമായിട്ട് ബന്ധിപ്പിക്കുന്ന ജമ്പ് ചെയ്യുന്ന ഭാഗമാണ്. അതല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ലാ അദ്വാ എന്നുള്ള ഹദീസാണ്. ലാ അദ്വാ വലാ ത്വയ്റത. എന്താ ഉള്ളത്? അല്ലാഹു റസൂൽ പറഞ്ഞു ലാ അദ്വാ വലാ ത്വയ്റത. പകർച്ചവ്യാധി ഇല്ല, പക്ഷിലക്ഷണവും ഇല്ല. നമുക്കിപ്പം നമ്മൾ ഹദീസും ഖുർആനും ബന്ധമില്ലാത്ത കാര്യമാണെന്ന് ആരും ചിന്തിക്കേണ്ട. എല്ലാം ഖുർആൻ ഹദീസിലുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു മക്കൾ രേഖപ്പെടുത്തി. ലാ അദ്വാ വലാ ത്വയ്റത. പകർച്ചവ്യാധിയില്ല, പക്ഷിലക്ഷണവും ഇല്ല. നമുക്ക് ശരിക്കും മനസ്സിലാക്കിക്കോളി. പകർച്ചവ്യാധിയില്ല, പക്ഷിലക്ഷണവും. അപ്പോൾ ഒരാൾ ഒരു അറാബിയും ചോദിച്ച്, അള്ളാന്റെ റസൂലേ, ഒരു രോഗം പിടിച്ച ഒരു മൃഗത്തിനെ രോഗം പിടിക്കാത്ത മൃഗത്തിന്റെ കൂടെ കെട്ടിയാൽ കുറച്ച് ദിവസങ്ങൾക്കകം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ രോഗമില്ലാത്ത ഒട്ടകം കൂടി എന്തായിത്തീർന്ന് രോഗം പിടിപെടുന്നു. ഇയാളുടെ സംശയം എന്താണ്? രോഗമില്ലാത്ത ഒരു മൃഗത്തെ രോഗമുള്ള ഒരു ഒട്ടകത്തിന്റെ അടുത്ത് കൊണ്ട് കെട്ടിയാൽ, ബന്ധിച്ചാൽ ആ രോഗമില്ലാത്തതും രോഗം ബാധിക്കും. അപ്പൊ രോഗം പകർന്നിട്ടല്ലേ രോഗം ഉണ്ടാകുന്നത്? ഇയാൾ ചോദ്യം അങ്ങനെയാണ്. ഈ അറാബിയ സഹാബിയുടെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംശയം എന്താണ്? രോഗം പകർന്നിട്ടാണ് സംഭവിക്കുന്നത്. ആര് പകർത്തല്ല എന്നല്ല, ആ സംശയം ചോദിച്ചതാണ്. രോഗത്തിന് മറ്റൊന്നിന് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനമല്ല, അത് സ്വയം അങ്ങനെ പകരുകയാണ്. ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്, ഒരു അന്ധവിശ്വാസം. ആ വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ
ആ റസൂലാൻ മുമ്പിൽ അത് എടുത്തിട്ട് അതിനൊരു റസൂലാനൊക്കെ ഒരു മറുപടി കിട്ടണം. അതിനാണ് ഇവിടെ വിഷയം എടുത്തിട്ടത്. അപ്പോൾ അള്ളാഹു റസൂൽ ചോദിച്ചു ഫമൻ ആദല്ലവലാ ആണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നല്ല യുക്തിഭദ്രമായിരിക്കുന്ന ചോദ്യം. ഫമൻ ആദല്ലവലാ. അപ്പൊ ഇയാളുടെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഈ ഒട്ടകത്തിന് രോഗം ബാധിച്ചത് വേറെ ഒട്ടകത്തിന്റെ അടുത്ത് വേറെ രോഗമുള്ള ഒട്ടകത്തിന്റെ അടുത്ത് കൊണ്ട് കിട്ടിയത് കൊണ്ടാണ്. എന്നാൽ ആ ഒട്ടകത്തിന് എങ്ങനെ രോഗം ഉണ്ടായി ചോദിച്ചാൽ അത് വേറെ രോഗമുള്ള ഒട്ടകത്തിന്റെ അടുത്ത് കൊണ്ട് കിട്ടിയത് കൊണ്ട്. എന്നാൽ ആ മൂന്നാമത്തെ ഒട്ടകത്തിന് രോഗം ബാധിച്ചത് എങ്ങനെയാണ്? അത് നാലാമത് വേറെ ഒട്ടകത്തിന് കിട്ടിയതാണ്. അതിന് അഞ്ചാമത് വേറെ ഒട്ടകത്തിന് കിട്ടിയതാണ്. അങ്ങനെ അങ്ങ് പോവാണ്. അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ലാഹു തആല എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നതല്ല എന്ന്. അപ്പൊ അല്ലാഹു റസൂൽ ചോദിച്ചതാണ് ഫമൻ ആദല്ലവല എന്ന് അത് പറയുന്നത്. എന്നാ ആദ്യത്തെ ഒട്ടകം ഉണ്ടാവല്ലോ. നമ്മുടെ പിന്നെ മുത്തക്കല്ലിമീങ്ങളാ ഉലമാക്കൾക്കൊക്കെ ഒരുപാട് പേജ് ഒരു കിതാബ് ഉണ്ടാക്കാൻ മാത്രമുണ്ട് റസൂലുള്ളാഹിന്റെ ഈ ഒറ്റ വാക്ക്. ഫമൻ ആദല്ലവല എന്ന ആദ്യത്തെ ഒട്ടകത്തിന് എങ്ങനെ അതാരാണ് ആ രോഗം ബാധിച്ചത് അത് പറയുന്നത്. അപ്പൊ ഇയാൾ ചോദ്യത്തിൽ അങ്ങനെയാണല്ലോ, ഈ ഒട്ടകത്തിന് മറ്റൊരു ഒട്ടകത്തിന് രോഗം ബാധിച്ചു, അതിന് വേറെ രോഗത്തിന് ബാധിച്ചു. അതാ തസൽസ് എന്നറിയാം. ഇതിന് വേറെ ഒട്ടകത്തിന് രോഗം ബാധിച്ചു, മറ്റൊന്നിനോ അതിന് വേറെ ഒട്ടകത്തിന് രോഗം ബാധിച്ചു. അപ്പൊ അല്ലാഹു റസൂൽ ചോദിക്കാണ്, എന്നാൽ ആയിക്കോട്ടെ അങ്ങനെയാന്ന് വെച്ചോളൂ, അതിന് മറ്റൊന്നിന് പകർന്നു വന്നാണ് അല്ലാഹു തആല അല്ലേ രോഗം കൊടുത്തത് എന്ന് വെക്കുകയാണെങ്കിൽ, എന്നാൽ ആദ്യ ഒട്ടകല്ലേ അയാൾ സംഭവിക്കുന്ന കാര്യം. ആദ്യ ഒട്ടകം ഉണ്ടല്ലോ, ആ ഒട്ടകത്തിന് എങ്ങനെയാണ് രോഗം ബാധിച്ചത്? അത് വേറൊന്ന് പകർന്നാണോ? അല്ല, ആരുടെ ആദ്യത്തെ ഒട്ടകമാണ്, വേറെ ഒട്ടകം അവിടെ വരാനില്ല. ആദ്യത്തെ ഒട്ടകാണ് ഇവിടെ. ഈ ആദ്യത്തെ ഒട്ടകത്തിന് എങ്ങനെ രോഗം ബാധിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഈ ചോദ്യത്തിലൂടെ അയാൾക്ക് എന്ത് മനസ്സിലാക്കി കൊടുത്തു അല്ലാഹുവിന്റെ റസൂല്? ആദ്യത്തെ ഒട്ടകത്തിന് രോഗം ബാധിപ്പിച്ചത് മറ്റൊരൊട്ടകമല്ല, അത് അല്ലാഹു ആണെങ്കിൽ രണ്ടാമത്തെ ഒട്ടകത്തിനും രോഗം ബാധിപ്പിച്ചത് അല്ലാഹു ആകുന്നു, മൂന്നാമത്തെ ഒട്ടകത്തിനും രോഗം ബാധിപ്പിച്ചത് അല്ലാഹു ആകുന്നു. ഈ മഹത്തായിരിക്കുന്ന തത്വത്തിലേക്ക് ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സൂചന നൽകി. അതാണ്. അപ്പൊ എന്താ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? തസൽസുൽ പാടില്ല, അറ്റമില്ലാതെ പോകാൻ പാടില്ല ഒരു സംഗതി. അതെ, ഹദീസ് ഇവിടെ അടിച്ചില്ല. അഥവാ വലാ തൈറത വലാ ഹാമത ഫഖാമ ഇലൈഹി റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് അൽ ബഈർ യകൂനു ബിഹിൽ ജറബു ഫയജ്റബു ബിഹിൽ ഇബ്ലു ഖാല ദാലികൽ ഖദറു ഫമൻ അജ്റബ ലവലാണ്ടോ. ഈ ഹദീസിൽ ലഫ്ദ് വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ ചോദിച്ചതെന്നാണ് അർത്ഥം തന്നെയാണ്. റസൂൽ പറഞ്ഞു രോഗം സ്വന്തമായ നിലയ്ക്ക് പകർച്ചവ്യാധില്ല. ജാഹിലിയാക്കൾക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു വിഷയം കൂടി ഇതിലുണ്ട്. ഇന്നത്തെ വഹാബി മൗലവിമാരൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മക്കാ മുശ്രിക്കുകൾക്ക് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു? അല്ലാഹു തആലയാണ് എല്ലാത്തിനെയും കൊടുക്കുന്നവൻ കാണുന്നു എന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടെന്നുള്ള വെറുതെ പച്ചക്കളവ് പ്രചരിപ്പിക്കുക. എന്നിട്ട് നമ്മളെ പോലത്തെ സുന്നികളെ പോലെ തന്നെ അല്ലു അള്ളാഹിനെ കൊടുക്കുന്ന വിശ്വാസക്കാരായിരുന്നു അവർ. വളരെ അബദ്ധമായിരിക്കുന്ന ഒരു വാദമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ വേണ്ട സ്ഥലത്തൊക്കെ അതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ എങ്കിൽ ഇപ്പോൾ ജാഹിലിയാക്കളുടെ വിശ്വാസം എന്താണ്? ഒരു പിന്നെ മൃഗത്തിന് രോഗം ബാധിച്ച ഒട്ടകത്തിന്, ഉദാഹരണം ഒട്ടകം അല്ലെ ആട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങൾ, അതിന് രോഗം ബാധിച്ചാൽ അത് ഈ രോഗം തനിയെ പകരുമെന്ന് വിശ്വാസം. അല്ലാഹു തആല പകർത്തല്ല, രോഗം തനിയെ പകരുന്നു എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ജാഹിലിയാക്കൾക്കുണ്ടായിരുന്നത്. അല്ലാഹു തആല പകർത്തുകയില്ല എന്നത്. ഈ ഒരു വിശ്വാസം മുമ്പിൽ വെച്ചുകൊണ്ടാണ് സഹാബി ഫഖാമ ഇലൈഹി റജുലുൻ, രോഗം പകരില്ല എന്ന് റസൂൽ പറയുന്നതിന്റെ അർത്ഥം ജാഹിലിയാക്കൾ വിശ്വസിച്ചതുപോലെ രോഗം പകരൂല. അവർ വിശ്വസിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിന് അനുമതി ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നതാണ് രോഗം പകരും, സ്വന്തമായിട്ട് രോഗം പകരുമെന്നാണ് ജാഹിലിയാക്കാർ വിശ്വസിച്ചത്. അങ്ങനെ രോഗം പകരില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു ഫഖാമ ഇലൈഹി റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് അൽ ബഈർ യകൂനു ബിഹിൽ ജറബു, ഒരു ഒട്ടകത്തിന് രോഗം ബാധിക്കുന്നുണ്ടല്ലോ പ്രവാചകരെ, ഫയജ്റബു ബിഹിൽ ലബലു, അങ്ങനെ ചൊറി ഉണ്ടാവുന്നുണ്ട്. ആ ചൊറി ഉണ്ടായാലെന്ത്? അതുകൊണ്ട് ഈ ചൊറി എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് ഈ ചൊറി മറ്റേ ഒരു ഒട്ടകത്തിനും ആ ചൊറി ബാധിക്കുന്നുണ്ട്. ഖാല റസൂൽ പറഞ്ഞു ദാലിക്കൽ ഖദർ, അത് അള്ളാഹുവിന്റെ ഖദറാണ്, അത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ട് അങ്ങനെ വരിക. അല്ലാഹു തആല അങ്ങനെ വരണമെന്നുള്ള അള്ളാഹുവിന്റെ മശിയത്ത്, അവന്റെ ഇറാദത്ത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഫമൻ അജ്റബ ലവല, നീ പറയൂ ആരാണ് ആദ്യത്തെ ഒട്ടകത്തിന് ഈ രോഗം ബാധിപ്പിച്ചത്, ഈ ചൊറി പിടിച്ചത് എങ്ങനെയാണ് ആദ്യത്തെ ഒട്ടകത്തിന് എന്ന് പറയുന്നു ചോദിച്ചു. അതാ റസൂലുള്ളാഹിന്റെ ചോദ്യം. ഈ ചോദ്യം കൊണ്ട് സഹാബിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയൊന്നും തന്നെ ഉറപ്പന്നല്ലേ, ആദ്യ ഒട്ടകം ഉണ്ടാവുമല്ലോ, ആദ്യ ഒട്ടകം ഉണ്ടാവും. അതിനെങ്ങനെ ബാധിച്ചത്? അതാരും ഒന്നും മറ്റൊന്നും ബാധിച്ചതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്ത് പഠിപ്പിച്ചു? അല്ലാഹു തആല അത് രോഗം പകർത്തത്. ഇതാണ് തസൽസുൽ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാ? ഇവിടെ നമ്മൾ തസൽസുൽ മുറിച്ചു. ഇവിടെ തസൽസുൽ നമ്മൾ മുറിച്ചു. പക്ഷെ എന്തായി? അതെന്ത് വന്ന് ഉറപ്പായി ഇവിടെ? ഇങ്ങനെ അതൊന്നും അള്ളാഹുലേക്ക് നമ്മൾ ചേർത്താം. എനിക്ക് എന്റെ വാപ്പ, എന്റെ പിതാവ്, എന്റെ പിതാവിന്റെ പിതാവ്, അവരുടെ പിതാവ് അങ്ങനെ പോയി എവിടേക്ക് എത്തും നമ്മൾ? ആദം നബി അലൈഹി സ്വലാം അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. ഖലഖ ആദമ, അല്ലാഹു തആല ആദം അലൈഹി സ്വലാം എല്ലാവരും സൃഷ്ടിച്ചതാ, മറ്റൊന്നും പോകുന്നതല്ല. എന്തൊക്കെ യുക്തിവാദികളായിക്കോട്ടെ, അതെല്ലാവരും അംഗീകരിക്കുന്ന കേട്ടോ. ഈ പറഞ്ഞത് തസൽസുലും ദൗറും പാടില്ല എന്ന് ലോകത്തുള്ള എല്ലാവരും ബുദ്ധിമാന്മാരൊക്കെ അംഗീകരിക്കുന്നതാണ്. അത് യുക്തിവാദിയില്ല, അല്ലാത്തവനൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. ഒരു കാര്യം അത് പോയിട്ട് പിന്നെ അതിനൊരു അറ്റം വേണം, അറ്റമില്ലാതെ തുടരാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ ഒരു കാര്യം അതിന് തൊട്ടടുത്തുള്ള കാര്യത്തിൽ പരസ്പര ബന്ധിതമാവർ ദൗറ് പാടില്ല എന്നും തസൽസുൽ പാടില്ല എന്നുള്ള കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ ഒക്കലാവും എന്താകുന്നു അംഗീകരിച്ച കാര്യമാണ്. എന്നാൽ ഇവിടെ വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ ഖദീം എന്ന സിഫത്ത് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പിന്നെ അല്പനേരം അല്ലാഹു തആല ഖദീം അല്ല എന്ന് ചിന്തിക്കുക, സങ്കല്പിക്കുക. അല്പനേരം അങ്ങനെ സങ്കല്പിച്ചാൽ പിന്നെ അല്ലാഹു തആല എന്താണ്? ഖദീം അല്ലെങ്കിൽ ഹാരിസ് ആവണം. അവൻ പണ്ടേ അവൻ ഉണ്ടാകാൻ തുടക്കമില്ലെങ്കിൽ അവൻ ഉണ്ടാകാൻ തുടക്കമുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. ഉണ്ടാകാൻ തുടക്കമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകാൻ തുടക്കമുണ്ടെങ്കിൽ അപ്പോൾ എന്നാൽ അതിന്റെ മുന്നേ അല്ലാഹു തആല ഉണ്ടായിട്ടില്ല. ഉദാഹരണം പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി വർഷം മുമ്പ് അല്ലാഹു ഉണ്ടായതെന്ന് ഒരാൾ വിശ്വസിച്ചു, അഥവാ അല്ലാഹു ഖദീമല്ല. ഖദീം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു ഉണ്ടായതിന് തുടക്കമില്ല എന്ന്. ഒരാൾ വിശ്വസിച്ചത് എങ്ങനെയാണ്? അല്ലാഹു തആല ഹാദിസ് ആണ്, അതായത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല ഉണ്ടായി എന്ന് ഒരാൾ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, ഇസ്ലാം എന്ന് പുറത്തു പോകും. ഒരാളങ്ങനെ വിശ്വസിച്ച് വെച്ചോളൂ. അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? കോടാനുകോടി വർഷം മുമ്പ് അല്ലാഹു തആല
അതിന്റെ മുമ്പ് ഇല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെ പിന്നെ അള്ളാഹു തആല ഉണ്ടായത്? ഈ അള്ളാഹ് എങ്ങനെ ഉണ്ടായത്? ഉണ്ടാവണമെങ്കിൽ ഇല്ലായ്മ വസ്തു ഉണ്ടാണെങ്കിൽ അതിന് ഉണ്ടാക്കിയ ഒരാൾ വേണം. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും തുല്യമായ നിലയ്ക്ക് സാധ്യതയുള്ള വസ്തു ഉണ്ടാവണമെങ്കിൽ അതിനുണ്ടാക്കിയ ഒരാൾ വേണം, യാതൊരു സംശയമില്ല. ഒരു തുലാസിന്റെ 2 തട്ട് ഒരുപോലെ നിൽക്കുന്ന 2 തട്ട് എന്താവണമെങ്കിൽ പെട്ടെന്നൊന്ന് താഴണമെങ്കിൽ മറ്റൊന്ന് പൊന്തണമെങ്കിലും അതിനെന്ത് വേണം? ഒന്നിരിക്കലും അതിൽ കന വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കാറ്റടിക്കണം, എന്തെങ്കിലും സംഭവിക്കണം. ഒന്നുമില്ലാതെ കണ്ട് ഒരു കോനെ കാറ്റും ഇല്ല, ഒരു കനും വെച്ചിട്ടില്ല, ഒരേപോലെ നിൽക്കുന്ന ഒരു തുലാസിന്റെ 2 പെട്ടെന്ന് താന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതിലെന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഒരു വസ്തു ഇല്ലായ്മയെന്നും ഉണ്ടാവലും ഇല്ലാതിരിക്കലും തുല്യ സാധ്യതയുള്ള ഒന്ന് ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണ്ടതാകുന്നു? അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു വസ്തു, അതിൽ ഫലം, അതിൽ സ്വാധീനം ചെലുത്തേണ്ടതാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി വർഷം മുമ്പാണ് ഉണ്ടായത്, എൻ്റെ മുമ്പ് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ആ ഇല്ലായ്മയെന്ന് അള്ളാഹു തആല ഉണ്ടാക്കിയ വേറെ ഒരുത്തരം വേണ്ടേ? വേണം. അവന് കദീമാണോ? അവനും കരീമല്ല. അവിടെ കരീമില്ല എന്നൊക്കെ ഹാദിസ് എന്നാ പറയും. അവനും കരീമില്ല, അവൻ ഉണ്ടാക്കി വേറെ ആൾ വേണം. എന്നാലോ അപ്പോൾ അവനുണ്ടാകുന്ന തുടക്കമുണ്ട്, അപ്പൊ അതിന്റെ മുമ്പ് അവനുണ്ടാക്കിയ ഒരാൾ വേണം. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അറ്റമില്ലാതെ പോകും. കാരണം എന്താ? നമ്മളിവിടെ കരീമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാകുന്ന മുഴുവൻ ഹാദിസ് ആയേ തീരുള്ളൂ. ഉണ്ടായത് മുഴുവനും ഹാദിസ് ആവണം. മനസ്സിലായല്ലോ? ഹാദിസ് എന്ന് പറഞ്ഞാൽ കദീമിന്റെ നേരെ എതിര്. ഇല്ല, അവൻ ഉണ്ടാതിനിക്ക് തുടക്കമുള്ളവൻ എന്നതാണ് ഹാദിസിന്റെ അർത്ഥം. കദീം എന്ന് പറഞ്ഞാൽ ഉണ്ടാതിന് തുടക്കമില്ലാത്തവൻ. അല്ലാഹു തആല ഉണ്ടാകുന്ന തുടക്കമില്ല എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ തുടക്കമുണ്ട് എന്ന് പറയേണ്ടി വരും. തുടക്കമുണ്ടാകുമ്പോൾ അതിന് മുമ്പ് അവൻ ഉണ്ടാക്കിയ ഒരുത്തരം വേണ്ടി വരും. അവനും എന്ത് തന്നെയാണ്? അവനും കദീം എന്ന് പറഞ്ഞ സിഫത്ത് ഉണ്ടെങ്കിൽ അത് ഉറപ്പാണ് ആ ഉണ്ടാക്കിയ ആദ്യമുള്ളവരാണ് അള്ളാഹു തആല. രണ്ടാമതുള്ള അള്ളാഹല്ല, അള്ളാഹിനെ സൃഷ്ടിയാൻ നോക്കേണ്ടി വരും. അതല്ല, ആദ്യം ഉണ്ടാക്കിയവനും എന്തല്ല, അവനും കരീമല്ല, അവനുണ്ടാതിന് തുടക്കം എന്തല്ല, അവനുണ്ടാതിന് തുടക്കമുണ്ട്, അവനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പറയുകയാണെങ്കിൽ അവനുണ്ടാക്കിയ വേറൊരാൾ വേണം. അപ്പൊ ആ വിഷയം അതിലേക്ക് കടക്കും. ഫുള്ളായിട്ട് ചർച്ച മുമ്പുള്ളായിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് കടക്കും. അങ്ങനെ അങ്ങ് പോയി അറ്റമില്ലാതെ ആയിപ്പോ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ കദീമാണെന്ന് വിശ്വസിച്ചേ തീരൂ. അവന്റെ ബുദ്ധി അത് നിർബന്ധമായി നിൽക്കും. അള്ളാഹു കദീമാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഇപ്പോൾ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന വിഷയം. മനസ്സിലായില്ലേ? അതിന് ഉദാഹരണം പറഞ്ഞത്. പിന്നെ ഇനി നോക്കിയോളി, അതാ ഇനി പറഞ്ഞ വിഷയം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അർത്ഥം വെച്ചാൽ വേഗം മനസ്സിലാക്കാൻ കഴിയും. അതാ ഫൈനൽ അഖില, തീർച്ചയായിട്ടും ബുദ്ധി ഇന്നമാ ഇതിരിക്ക് വുജൂബഹുലോ, അള്ളാഹു തആല കദീമാണെന്ന് ബുദ്ധി നിർബന്ധം പിടിക്കുന്നുണ്ട്. ഇതാ ഫഖറൽ അഖ്ലു, ബുദ്ധി ചിന്തിച്ചാലേ കിട്ടുള്ളൂ. പെട്ടെന്ന് ഇപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവന് അള്ളാഹു കദീമാണെന്നുള്ളതിലേക്ക് പെട്ടെന്ന് വരില്ല. ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? വാറഫ, ആ ബുദ്ധി അറിയുകയും വേണം. മാ എത്രത്ത് ബലാ സുബൂത്തിൽ ഹദസിലോ, അള്ളാഹു തആല ഹാദിസ് ആണെന്നുള്ളത് സ്ഥിരപ്പെട്ടാൽ ഉണ്ടായിത്തീരുന്ന നൂലാമാലകൾ ബുദ്ധി അറിയുമ്പോൾ എന്ത് ചെയ്യും? ആ ബുദ്ധി എതിലേക്ക് തന്നെ പോകും. അള്ളാഹു കദീമാണെന്നുള്ളത് ബുദ്ധി എന്തായാലും നിർബന്ധം പിടിക്കും. എന്തൊക്കെയാണത് ആ പ്രശ്നങ്ങൾ? ഹാദിസ് സ്ഥിരപ്പെടുത്തുമ്പോൾ പിന്നെ ദൗറ്, അതായത് ദൗർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തസൽസുലും പറഞ്ഞു. എന്ത് ദൗറും തസൽസുലും ആകുന്നു? അൽ വാലിഹയിൽ ഇസ്തിഹാലത്തി, ആ രണ്ടും മുസ്തഹിലാണ്. ദൗർ ഉണ്ടാകാൻ പാടില്ല. ലോകത്തുള്ള എല്ലാ ഉക്കലാവും അംഗീകരിച്ച കാര്യമാണ്. ദൗർ ഉണ്ടാകാൻ പാടില്ല, തസൽസുൽ ഉണ്ടാകാൻ പാടില്ല. ഫഖദ് അറഫ്ത, അതുകൊണ്ട് സഹോദര നീ മനസ്സിലാക്കി, ബിഹാദ, ഈ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ നീ മനസ്സിലാക്കി. ഇൻകിസാമിൽ വാജിബി ഇലാ ദറൂറിയിൻ വദനിയിൻ, വാജിബ് 2 ഐറ്റം ഉണ്ടാകുമെന്ന്. ഏത്? ഉണ്ടാവൽ നിർബന്ധമാണെന്ന് പറയുന്ന ആ വാജിബ്, അത് ലറൂറി എന്ന് പറയുന്ന ഉടനറിവ് എന്ന് പറയുന്ന പെട്ടെന്ന് അറിയുന്ന ഒരു വകുപ്പുണ്ടെന്നും വനെതിരെയും ചിന്തിച്ചാൽ മാത്രം അറിയാവുന്ന ഒന്നുണ്ട് എന്നുള്ള വിഷയങ്ങളും ഈ ഉദാഹരണം കൊണ്ട് ഇനി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ മുസന്നിഫ് അവിടെ അവസാനിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ അഖ്ലിയായിരിക്കുന്ന ഹുക്കുമ് 3 എണ്ണമാണ്. ഒന്ന് വാജിബ്, മറ്റൊന്ന് മുസ്തഹില്, മറ്റൊന്ന് ജായിസ്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് മുസ്തഹിലും ജായിസും ഒക്കെ വരുമ്പോഴേ, ജായിസും മുസ്തഹിലൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ, ഒരുപാട് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ നല്ല ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒരു ഉദാഹരണം സഹിതം നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ശേഷമുള്ള ക്ലാസ്സുകളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാഹു തആല നമുക്ക് ഹക്കാൻ നിലക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പറഞ്ഞത് അഖ്ലിയായിരിക്കുന്ന ഹുക്കുമ്, ബുദ്ധിയുടെ വിധി 3 എണ്ണം. ഒന്നിരിക്കലത് ഉണ്ടാവുന്ന നിർബന്ധമാണെന്നായിരിക്കും ബുദ്ധി വിധിക്കുക, അതിന് വാജിബ് എന്ന് പറയും. അത് തന്നെ എത്ര എണ്ണം? 2 ഐറ്റം. അങ്ങനെ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന വാജിബ് 2, 2, 4 എന്നുള്ളത് നിർബന്ധമായിട്ട് 4 ആവണമെന്ന് ബുദ്ധി തേടും പോലെ. അല്ലെങ്കിൽ നെതിരിയിൻ, ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതേതുപോലെ ഉദാഹരണം സഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 എന്നുള്ളത് 12ന്റെ 6 ആകുന്നു എന്നുള്ളത്, അത് ചിന്തിച്ചാലേ മനസ്സിലാവും. അപ്പോൾ വാജിബ് ആ സംഗതി തന്നെ 2 ഐറ്റം ഉണ്ട്. പെട്ടെന്ന് ഉടനറിവ് മനസ്സിലാവുന്നതും ആലോചിച്ചുകൊണ്ട് മാത്രം മനസ്സിലാകുന്നതും. അതേമാതിരി തന്നെ ഏതിലുണ്ട്? മുസ്തഹിലും 2 ഐറ്റം ഉണ്ട്, ജായിസും 2 ഐറ്റം ഉണ്ട് എന്നുള്ള അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അള്ളാഹുവിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട 2 ഉദാഹരണങ്ങളാണ്. ആ ഉദാഹരണവും പഠിക്കുക, ഞാൻ പറഞ്ഞ ഉദാഹരണവും പഠിക്കുക. അങ്ങനെ 2 കൂടി മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹു തആല കൂടുതൽ എളുപ്പമാക്കി തരുമാറാവട്ടെ. ആമീൻ. ഖദീം, ഖിദം എന്ന